50,000 രൂപയ്ക്ക് താഴെ പോകുന്ന സ്ഥലങ്ങളുണ്ടോ? 50,000 ഇന്റർനാഷണൽ ട്രിപ്പ് മലേഷ്യ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പോയിട്ട് വരാൻ പറ്റും. തായ്ലൻഡ് നിങ്ങൾ ഒന്നും കൂടി പ്ലാൻ ചെയ്താൽ പോയിട്ട് വരാൻ പറ്റും. വിയറ്റ്നാം പോയിട്ട് വരാൻ പറ്റും. പുലിമുരുകനൊക്കെ ഇറങ്ങിയപ്പോൾ മോഹൻലാൽ ടൈഗറിന്റെ ഒപ്പം നിൽക്കുന്ന കാണുന്നത്. ഇപ്പൊ തായ്ലൻഡ് പോയാൽ ഏതൊരാൾക്കും പുലിയുടെ ഒപ്പം അവർ നിന്ന് ഒപ്പം കെട്ടിപ്പിടിച്ച് നിന്ന് അതിനെ തലോടിയിട്ട് ഫോട്ടോ എടുക്കാത്ത ഒരാളുണ്ടാവും. വിസ ഇല്ലാതെ അങ്ങനെയാണ് നമുക്ക് പോകാൻ പറ്റുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ രാജ്യങ്ങളുണ്ട്. നമുക്ക് തായ്ലൻഡ് വിസ ഫ്രീ ആണ്, വിയറ്റ്നാമിൽ ഫുക്കോക്ക് വിസ ഫ്രീ ആണ്, മലേഷ്യ വിസ ഫ്രീ ആണ്, പിന്നെ ശ്രീലങ്ക വിസ ഫ്രീ ആണ്. തായ് ഫുഡാണ് വേൾഡിൽ തന്നെ അത്യാവശ്യം ടേസ്റ്റിൽ നല്ല ഇതിനകത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡിലൊന്നാണ് തായ് ഫുഡ്. ക്ലബ് ട്രാവലറ്റ് എന്ന ബ്രാൻഡിലൂടെ ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ യാത്രകളും ടൈം ഷെയർ മെമ്പർഷിപ്പുകളും നമുക്കായി അവതരിപ്പിച്ച ഡിജിറ്റൽ ഇന്നോവേറ്റർ. ബിഹൈൻഡ് ദ സക്സസിൽ ഇത് നമുക്കൊപ്പം ചേരുന്നത് ക്ലബ് ട്രാവലറ്റിന്റെ CEO ട്രിജോ ജോസഫാണ്. നമസ്കാരം. നമസ്കാരം. വളരെ ചെറിയ കാലം കൊണ്ട് വലിയൊരു സക്സസിലേക്ക് പോയ ഒരു സ്ഥാപനമാണ് ക്ലബ് ട്രാവലറ്റ്. ശരിക്കും എങ്ങനെയാണ് അങ്ങനെ ഒരു ആശയം വരുന്നത്? അതായത് ക്ലബ് ആകുക എന്നുള്ള ആശയം എങ്ങനെയാണ് വരുന്നത്? നിലവിൽ നമുക്ക് പല രീതിയിലുള്ള ടൈം ഷെയർ സ്ഥാപനങ്ങൾ നമ്മൾ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്. അതായത് പല ടൈപ്പ് ക്ലബ് മെമ്പർഷിപ്പുകൾ, ട്രാവലിന് സപ്പോർട്ട് ചെയ്യുന്ന പല ടൈപ്പ് ക്ലബ് മെമ്പർഷിപ്പുകൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും ചെയ്യുന്നത് അക്കോമഡേഷൻ പാർട്ടാണ്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഇതെല്ലാം ഒരു ഹൈ എൻഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിന് മാത്രം പറ്റുന്ന രീതിയിലുള്ള ട്രാവൽ മെമ്പർഷിപ്പുകളും അതിനുള്ള ബഡ്ജറ്റും അങ്ങനെയായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഒരു സാധാരണക്കാരിലും മിഡിൽ ക്ലാസ് ഫാമിലിക്കും ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിക്കും അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റുഡൻസിലോട്ട് വരെ യൂസ് ചെയ്യാവുന്ന രീതിയിലോട്ട് എങ്ങനെ എത്തിക്കാം എന്നൊരു ആശയത്തിൽ നിന്നാണ് ഞങ്ങൾ ക്ലബ് ട്രാവലറ്റ് എന്നീ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പേരിൽ തന്നെയുണ്ട് ട്രാവലറ്റ്, ട്രാവൽ വാലറ്റ് എന്നാണ് അതിൻ്റെ ആശയം. നമ്മൾ ഏത് ഒരു ഹൈ പ്രീമിയം സ്ഥലത്ത് നിന്നാൽ നിങ്ങൾക്ക് ഒരു വാലറ്റ് പാർക്കിംഗ് ഉണ്ട്. ഈ വാലറ്റ് പാർക്കിംഗ് എപ്പോഴും ഒരു പ്രീമിയം സെഗ്മെൻറ്റിലാണ് ചെയ്യുന്നത്. പക്ഷേ അതായത് നമുക്ക് വേണ്ടി നമ്മളുടെ കാര്യങ്ങൾ വളരെ ഭംഗിയായി വളരെ പെർഫെക്റ്റായി ചെയ്തു തരും എന്നുള്ളതാണ്. അപ്പോൾ ട്രാവലിനെ ഞങ്ങൾ ട്രാവൽ വാലറ്റ് ഒരു കസ്റ്റമർക്ക് വേണ്ടി അവരുടെ ട്രാവൽ നീഡ്സ് ഏറ്റവും ഭംഗിയായി ഏറ്റവും പെർഫെക്റ്റായി എന്നാൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊരാശയത്തിൽ നിന്നാണ് ക്ലബ് ട്രാവലറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനം കൊണ്ടുവന്നത്. ട്രാവൽ ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മ, യാത്ര ഇഷ്ടപ്പെടുന്നവരുടെ ഒരു കൂട്ടായ്മ, ട്രാവൽ പാഷനായിട്ടുള്ള ഒരു കൂട്ടായ്മ. ഇത് സ്റ്റാർട്ട് ചെയ്തത് 2019-ലാണ്. 2019 ഈ കൺസെപ്റ്റായിട്ട് വന്നിട്ട് ഇന്ത്യയിൽ തന്നെ റീചാർജ് ചെയ്യാവുന്ന പ്രീപെയ്ഡ് ട്രാവൽ വാലറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മൊബൈലിൻ്റെ നമ്മുടെ എമൗണ്ട് തീർന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അത് റീചാർജ് ചെയ്യും. അപ്പോൾ ഇതിനകത്തൊരു വാലറ്റ് കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്ന് ആ വാലറ്റ് റീചാർജ് ചെയ്ത് ഓരോ കസ്റ്റമർക്കും അവരുടെ നീഡിനനുസരിച്ച് യൂസ് ചെയ്യാം. നിലവിലുള്ള ടൈം ഷെയർ ബിസിനസ്സുകളിലും ട്രാവൽ മെമ്പർഷിപ്പുകളിലും നമ്മളൊരു ബൾക്ക് എമൗണ്ട് മുൻകൂട്ടി അടച്ച് നമ്മൾ 25 വർഷത്തേക്കും 30 വർഷത്തേക്കും ലോക്കായി പോകുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. അതുകൂടാണ്ട് ഓരോ വർഷവും നമുക്കത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഭീമമായ തുകയും നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പം അതിന് അങ്ങനെയുള്ള പെയിൻ ഫാക്ടേഴ്സും പിന്നെ കസ്റ്റമർക്ക് ഒരു സെലക്ഷൻ ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഞാനൊരു 25 വർഷത്തെ മെമ്പർഷിപ്പ് എടുത്താൽ ഞാൻ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ട്രാവലിന് പോകുന്നത് എൻ്റെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ചൂസ് ചെയ്യുന്നത് ഒരു പരിധിവരെ മൂന്നാറായിരിക്കും. അപ്പോൾ മൂന്നാർ ഞാൻ 25 വർഷം സെയിം ഹോട്ടലിൽ പോയി സ്റ്റേ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ആവശ്യപ്പെടുമ്പോൾ സീസൺ ഓഫ് സീസൺ വേരിയേഷൻസ് പറഞ്ഞ് എനിക്ക് റൂം കിട്ടാണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു കസ്റ്റമർക്കുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനം കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഞങ്ങളൊരു വാലറ്റ് സ്കീം കൊണ്ടുവന്നത്. ആ വാലറ്റിലേക്ക് റീചാർജ് ചെയ്യാവുന്ന ഒരു പ്രീപെയ്ഡ് ട്രാവൽ വാലറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഭാഗ്യശ്രീക്ക് അടുത്തൊരു ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ ക്ലബ് ട്രാവലറ്റിൻ്റെ ഒരു ചെറിയ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ ഓപ്ഷൻസ് ക്ലബ് ട്രാവലറ്റിലൂടെ മൂന്നാറായാലും ഏത് ഡെസ്റ്റിനേഷനായാലും കിട്ടും. ആ ഡെസ്റ്റിനേഷനിൽ ഞങ്ങളുടെ പ്രൈസ് നിങ്ങൾക്ക് ഓൺലൈനെല്ലാം കമ്പയർ ചെയ്ത് മറ്റുള്ള മീഡിയാസ് എല്ലാം കമ്പയർ ചെയ്ത് ഞങ്ങളുടെ പ്രൈസ് ബെറ്റർ ആണെങ്കിൽ, ഇപ്പോൾ ലെസ് ദാൻ ഒരു 50 രൂപയ്ക്ക് ഞങ്ങളുടെ പ്രൈസ് കുറവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റീചാർജ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിന് വലിയൊരു എമൗണ്ട് ക്ലബ് ട്രാവലറ്റ് ഒരിക്കലും ഒരു ചാർജസ് ആയിട്ടോ AMC ആയിട്ടോ മേടിക്കുന്നില്ല. അപ്പോൾ അതൊരു സ്റ്റുഡൻസിന് പോലും പർച്ചേസ് ചെയ്യാവുന്ന സ്കീമിലേക്കാണ് ഞങ്ങൾ ഈ ട്രാവൽ മെമ്പർഷിപ്പ് കൊണ്ടുവന്നത്. ഈ ഒരു കൺസെപ്റ്റിൻ്റെ പേരിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സ്റ്റാർട്ടപ്പ് ഓർഗനൈസേഷനായി 2019-ലാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പ്രൊഡക്റ്റ് ഒക്കെ ആയപ്പോഴേക്കും 2020 ആയപ്പോഴേക്കും ഒബ്വിയസ്ലി നമ്മളെല്ലാവരും ഫേസ് ചെയ്ത കോവിഡ് വന്ന് അപ്പോൾ ഓൾറെഡി കമ്പനി ഷട്ട് ഡൗൺ ചെയ്യേണ്ട ഒരു സ്റ്റേജിലോട്ട് വന്നു. പിന്നെ 2 സ്റ്റാഫ് ഒന്ന് കൂടി ഉണ്ടായിരുന്നു. അവരായിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി ആഡ് റൺ ചെയ്തപ്പോൾ കുറേ അധികം പോസിറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും വന്നതിൻ്റെ ബേസിസിലാണ് പിന്നീട് ഇത് ഞങ്ങൾ കുറച്ചും കൂടി ആഫ്റ്റർ കോവിഡ് കസ്റ്റമറിന് കുറച്ചും കൂടി ബെനിഫിറ്റഡ് ആയിട്ടുള്ള, അതായത് അക്കോമഡേഷൻ പാർട്ടിനൊപ്പം തന്നെ പാക്കേജസും മറ്റുള്ള സർവീസുകളും കൂടി ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ഇൻക്ലൂഡ് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവന്നത്. 2 സ്റ്റാഫിൽ നിന്ന് തുടങ്ങിയ സ്ഥാപനത്തിൽ 142 സ്റ്റാഫ് ഞങ്ങൾക്ക് ടോട്ടൽ വർക്ക് ചെയ്യുന്നുണ്ട്. മൊത്തം ഞങ്ങൾ ആലുവ, പാലാരിവട്ടം, ഡൽഹി അങ്ങനെ 3 മെയിൻ ഓഫീസുകളിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ടെക് കമ്പനി എന്നുള്ളൊരു കൺസെപ്റ്റാണ്. നോർമലി എല്ലാ ട്രാവൽ കമ്പനികളും നിങ്ങൾ കാണുന്ന ഒരു ട്രാവൽ ഏജൻസി ആയിട്ടായിരിക്കും നിങ്ങളുടെ ഒരു ട്രാവൽ നീഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമായിരിക്കും. അതിൽ നിന്നൊരു മാറ്റമായിട്ട് ടെക്നോളജിയും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി, അതായത് ഞങ്ങൾ തരുന്ന സൊല്യൂഷനിൽ ഞങ്ങളുടെ ട്രാവൽ മെമ്പർഷിപ്പിൻ്റെ കോസ്റ്റ് ഇന്ന് നിങ്ങൾക്ക് വേൾഡിൽ ഒരു സ്ഥലത്തും 1000 റുപ്പീസിന് ഒരു ട്രാവൽ മെമ്പർഷിപ്പ് കിട്ടില്ല. അപ്പോൾ 1000 റുപ്പീസിന് കിട്ടുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കും അതിൻ്റെ ക്വാളിറ്റി കുറവാണ്, അതിനുള്ള ഫെസിലിറ്റി കുറവാണെന്ന് ഉദ്ദേശിക്കും. പക്ഷേ ഫെസിലിറ്റിയിലും ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇന്ന് 5 ലക്ഷത്തിന് മുകളിൽ ഹോട്ടലിയേഴ്സ് ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ ആയിട്ട് നമ്മുടെ പോർട്ടൽ ത്രൂ ബുക്ക് ചെയ്യാൻ പറ്റും. വേൾഡിലെ ഏത് ഫ്ലൈറ്റ് കമ്പനിയും നിങ്ങൾക്ക് ഞങ്ങളുടെ പോർട്ടൽ ത്രൂ ബുക്ക് ചെയ്യാൻ പറ്റും. ഈവൻ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള ഏത് ട്രാവൽ വെബ്സൈറ്റുകളും ട്രാവൽ പ്ലാറ്റ്ഫോമുകളും എടുത്താൽ അതിനകത്തുനിന്ന് പറ്റാത്ത രീതിയിലുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു തായ്ലൻഡ് പോകണം, അവിടുത്തെ ഒരു സിം വേണമെങ്കിൽ അത് ഞങ്ങളുടെ പോർട്ടൽ ത്രൂ ബുക്ക് ചെയ്യാൻ പറ്റും. ഒരു യാത്ര നിങ്ങൾ US-ലോ യൂറോപ്പിലോ നടത്തണം, അവിടുത്തെ ഒരു
എയർപോർട്ടിൽ നിന്നുള്ള ഒരു ട്രാൻസ്ഫർ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഞങ്ങളുടെ പോർട്ടൽ ത്രൂ ചെയ്യാൻ പറ്റും. ഇത്രയും ഫെസിലിറ്റി ഉള്ള അതും നോർമൽ കസ്റ്റമേഴ്സിന് കിട്ടുന്നതിനും 1000 രൂപ മുടക്കി വരുന്ന ട്രാവൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് വരുന്ന ഒരാൾക്ക് കുറച്ചും കൂടി ഫീസിബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഞങ്ങളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഫെസിലിറ്റി ഉള്ള വളരെ ബെനിഫിറ്റഡ് ആയിട്ടുള്ളൊരു മെമ്പർഷിപ്പാണ് ക്ലബ് ട്രാവലറ്റ് എന്നുള്ള ഈ ആശയത്തിലൂടെ വന്നത്. അതിനനുസരിച്ചിട്ട് ധാരാളം കസ്റ്റമേഴ്സിൻ്റെ പോസിറ്റീവ് റെസ്പോൺസ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞാനൊരു കസ്റ്റമറാണ്, എനിക്ക് ഒരു വിദേശ യാത്ര പോകണം. അപ്പോൾ എൻ്റെ ബജറ്റൊക്കെ ഞാൻ പറയുന്നു. അപ്പോൾ ഞാനത് ക്ലബ് ട്രാവലറ്റിൽ വന്നിട്ട് പറയുകയാണ് എനിക്ക് എൻ്റെ ബജറ്റ് ഇതാണ്, എനിക്കൊരു വിദേശ യാത്ര പോകണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് സൊല്യൂഷൻ പറയുന്നത് ആൾക്കാരോട്? അതായത് ട്രാവൽ ഏജൻസിയും ക്ലബ് ട്രാവലറ്റും തമ്മിലുള്ളൊരു വ്യത്യാസം ശരിക്കും എങ്ങനെയാണ്? രണ്ട് രീതിയിലാണ്. ഇനീഷ്യലി ഇപ്പോൾ ഞങ്ങളൊരു AI ജനറേറ്റഡ് പോർട്ടൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ഫ്യൂച്ചറിൽ ഒരു 1 or 2 months ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുള്ള പോർട്ടലിലോട്ട് നിങ്ങൾക്ക് എല്ലാ കസ്റ്റമേഴ്സിനും എത്താൻ പറ്റും. അതിൽ നിന്നൊരു കസ്റ്റമർക്ക് തന്നെ ഓൾ ഓവർ ദ വേൾഡ് ഏത് പാക്കേജ് അവർക്ക് ചൂസ് ചെയ്യാം, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഐറ്റിനറി മേക്ക് ചെയ്യാം. ആ ഐറ്റിനറിക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ബാക്ക് ആൻഡ് സ്റ്റാഫ് വർക്ക് ചെയ്തിട്ട് അവർക്ക് കൊടുക്കും. അപ്പോൾ ഒരു കസ്റ്റമൈസ്ഡ് ചെയ്ത പ്ലാനാണ് ഇപ്പോൾ ഭാഗ്യശ്രീക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും. വേറൊരു ഓപ്ഷൻ നമ്മളുടെ ഉള്ളത്, ഇപ്പോൾ നിങ്ങളൊരു വിദേശ യാത്ര പോകുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് ഇതാണ്, നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അവർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും അതിനകത്ത് ഈ ബഡ്ജറ്റിലാണെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇത്തിരി കൂടി ബഡ്ജറ്റ് കൂട്ടിയാൽ നിങ്ങൾക്കൊരു വിദേശ യാത്ര. പിന്നെ നമ്മളെല്ലാ ഹിഡൻ ചാർജസും എന്ത് കാര്യങ്ങളുണ്ടോ ഇതെല്ലാം നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാറുണ്ട് ഒരു കസ്റ്റമർ. എനിക്ക് ട്രാവൽ ഭയങ്കര പാഷനായിരുന്നു, ഞാൻ ഇഷ്ടംപോലെ സോളോ ട്രിപ്പും കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. കാര്യം ചിലർ ട്രാവലിന് കണക്കൂട്ടുന്നത് ഒരു മൈൻഡ് റിലാക്സേഷന് വേണ്ടിയിട്ടായിരിക്കും. എന്നെപ്പോലെ തന്നെയാണ് എൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ കമ്പനിയിലും വരുന്ന ഒരു കസ്റ്റമേഴ്സിനെ കാണുന്നത്. ഇപ്പോൾ സർവീസ് പാർട്ടിൽ നമ്മളൊരു കോംപ്രമൈസ് ചെയ്യാറില്ല. എൻ്റെ ഒരു നീഡായിരിക്കില്ല അല്ലെങ്കിൽ എൻ്റെ ടേസ്റ്റുകളായിരിക്കില്ല ഒരിക്കലും വേറൊരു ട്രാവലിന്. ഇപ്പം എൻ്റെ വൈഫിനായാലും മക്കൾക്കായാലും പോലും ട്രാവൽ നീഡ്സും ഓരോരുത്തരുടെ ടേസ്റ്റുകളും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഏറ്റവും ഹൈ എൻഡ് ആയിട്ട് നമ്മളിപ്പോൾ താജ് ഹോട്ടൽ തന്നെ എടുത്താൽ പോലും താജ് ഹോട്ടലിൻ്റെ റിവ്യൂവിൽ തന്നെ കംപ്ലയിൻസ് ഉള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ അതിനകത്ത് ഹാൻഡിൽ ചെയ്യുന്ന വൺസ് ഒരു കസ്റ്റമർ ഏത് കൺട്രി പോയാലും അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് പോയാലും ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾക്കൊരു ലാംഗ്വേജ് ബാരിയർ അവിടെ വരില്ല. നിങ്ങളുടെ ഏത് നീഡ്സ് അവിടെ ഇടാൻ പറ്റും. എന്തിനും ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ അവിടെ ചെന്നൊരു ഹോട്ടലിൽ ഒരു ഇഷ്യൂ ഉണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ആ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യും. ഹോട്ടൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യും. ഇങ്ങനെ നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് മുൻതൂക്കം കൊടുക്കാറുണ്ട്. കസ്റ്റമറുടെ നീഡ്സിനനുസരിച്ചിട്ടാണ് നമ്മൾ കൂടുതലും പ്ലാൻ ചെയ്യുന്നത്. അതിലെന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ നമ്മളുടെ സ്റ്റാഫ് ആയിക്കോട്ടെ, ഇനി ടീമിലെ മെമ്പർ ആയിക്കോട്ടെ, വെണ്ടർ ആയിക്കോട്ടെ, പിന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാറില്ല. അപ്പോൾ ചില ടൂറൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് കഴിഞ്ഞ ഓണത്തിന് എൻ്റെ അടുത്ത് ട്രിവാൻഡ്രത്തേക്ക്, എൻ്റെ വീട് കൊച്ചിയിലാണ്, ട്രിവാൻഡ്രത്ത് ഓണത്തിന് സദ്യ കഴിക്കാൻ വേണ്ടി എന്നെ വിളിച്ചൊരു അമ്മയുണ്ട്. അപ്പോൾ അവരെ സ്വന്തം മോനെ പോലെ തന്നെ കാണുന്നത് ഞാൻ അത്രയും ട്രാവലിൽ അവരുടെ കൂടെ ഇത് ചെയ്തു, അവരുടെ കൂടെ അത്രയും മിങ്കിൾ ചെയ്തും അവർക്ക് പറ്റില്ല എന്ന് തോന്നിയ പല കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയതുകൊണ്ടാണ്. അപ്പോൾ ട്രാവൽ എപ്പോഴും നമ്മളൊരു ആഗ്രഹത്തോടെയാണ് ചെയ്യുന്നത്. ഇതൊരു ബിസിനസ്സിനേക്കാൾ ഉപരി നമ്മളെ വിശ്വസിച്ച് വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണുള്ളത്. അപ്പോൾ ഭാഗ്യശ്രീ എൻ്റെ അടുത്തൊരു ട്രാവൽ നീഡിന് വേണ്ടി വരുമ്പോൾ ഭാഗ്യശ്രീ എന്നെ വിശ്വസിച്ചിട്ടാണ് വന്നത്. നിങ്ങളുടെ ട്രാവൽ നീഡ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട്, ഏറ്റവും മെമ്മറബിൾ ആയിട്ട്, നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ്ഡ് ടൂറായിട്ട് ചെയ്തു തരാൻ പറ്റിയാലാണ് എനിക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ, എൻ്റെ കമ്പനിക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ. അതില്ലാത്ത കമ്പനികൾ നിലവിലുണ്ടെങ്കിൽ അവർ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നാളെ ഒരു പിക്ചറിൽ ഉണ്ടാവില്ല. ക്ലബ് ട്രാവലറ്റ് ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നത് കസ്റ്റമറുടെ നീഡും കസ്റ്റമറുടെ സർവീസിനും ഒരു ഇത് ചെയ്തുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ എല്ലാം മൊബൈൽ ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബുക്കിംഗ് ആയാലും ബാക്കി നമുക്ക് വിദേശത്ത് പോകണമെങ്കിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ശരിക്കും യാത്ര പ്ലാൻ ചെയ്ത് പോകുന്ന ധാരാളം പേര് ഉണ്ട്. പ്രത്യേകിച്ച് കോവിഡ് കാലത്തിന് ശേഷം നമുക്കൊരു യാത്രാ കൾച്ചർ തന്നെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഒരു ക്ലബ് ട്രാവലറ്റ് പോലെ ഒരു സ്ഥാപനത്തിലൂടെ നമ്മൾ പോകുന്നത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ അബദ്ധങ്ങളാണ് പറ്റുക? ഉറപ്പായിട്ടും കോവിഡിന് ശേഷം ഭയങ്കരമായിട്ടുള്ള വലിയൊരു ബൂം വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും. കാര്യം ഇത്രയും നടന്ന എല്ലാവരും കണക്കൂട്ടിയിരുന്നത് ഞാൻ സമ്പാദിക്കുക, എൻ്റെ മക്കൾക്ക് കൊടുക്കുക, എൻ്റെ മക്കളുടെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതിൽ നിന്ന് മാറിയിട്ട് ധാരാളം ആൾക്കാർ, ഇന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എറണാകുളം തന്നെ എടുത്തൊരു 10,000-1500 ട്രാവൽ ഏജൻസി ഉണ്ട്. എല്ലാവർക്കും കസ്റ്റമേഴ്സ് ഉണ്ട്, എല്ലാവരും ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ട്രാവലിൽ ഭയങ്കരമായിട്ടുള്ളൊരു ബൂമിങ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈൻ വഴി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, പാക്കേജ് ബുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഓൺലൈനിൽ വന്നൊരു എയർപോർട്ടിൽ പോയി ചെന്ന് ആ എയർപോർട്ടിൽ നിങ്ങൾക്ക് ആ എയർലൈൻ ഒരു ക്യാൻസലേഷൻ വന്ന്, ആ ക്യാൻസലേഷൻ വന്ന് നിങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ എയർലൈൻ കണക്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങളൊരു അവിടുത്തെ ഒരു ടൂർ പാക്കേജ് കൂടി ബുക്ക് ചെയ്തേക്കുന്നത്. എയർലൈനിൽ ഒരു ക്യാൻസലേഷൻ വന്നാൽ ഭാഗ്യശ്രീ എന്ത് ചെയ്യാൻ പറ്റും? നിലവിൽ ഇന്നത്തെ കാലത്ത് ആ ലോസ് മുഴുവൻ നമ്മുടെ പാക്കേജിൻ്റെ കോസ്റ്റ് പോയി, ഫ്ലൈറ്റിൻ്റെ കോസ്റ്റ് പോയി. ഫ്ലൈറ്റ് കോസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് റീംബേഴ്സ് ചെയ്ത് കിട്ടുമായിരിക്കും ഓൺലൈൻ നല്ല കമ്പനിയാണെങ്കിൽ. പക്ഷേ അതേസമയം ഒരു ട്രാവൽ ഏജൻസി ആണെങ്കിൽ അവർ വേറെ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തി തരും. ഒരു റെപ്യൂട്ടഡ് ഫേം ആണെങ്കിൽ അവർ വേറെ എന്തെങ്കിലും സൊല്യൂഷൻ അവിടെ കണ്ടെത്തി തരും. ചിലപ്പോൾ രണ്ട് കൂട്ടരും സഫർ ചെയ്യേണ്ടി വരും, ലിറ്റിൽ ബിറ്റ് ഇതിനകത്ത് സഫർ ചെയ്യേണ്ടി വരും. പക്ഷേ അവിടെ ഒരു സൊല്യൂഷൻ അവിടെ ഉണ്ടാവും. അതേ സ്ഥാനത്ത് നമ്മളൊരു ട്രാവൽ ഏജൻസി ത്രൂ അല്ലാണ്ടാണ് നമ്മൾ പോകണമെങ്കിൽ ഒരു ഓൺലൈൻ ഇതിനകത്തൊക്കെ പോയി അവിടെ ചെന്ന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ടോ നമ്മുടെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യാനായിട്ടോ ആണല്ലോ. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു വിദേശയാത്ര പോയി, നിങ്ങൾ തായ്ലൻഡാണ് പോയിരിക്കുന്നത്, അവിടെ വെച്ച് നിങ്ങളുടെ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ചിലപ്പോൾ നിങ്ങൾക്ക് ആ വെണ്ടർ പ്രോപ്പർ അല്ലെങ്കിൽ അയാൾക്ക് അടുത്തൊരു വെഹിക്കിൾ അറേഞ്ച് ചെയ്യാൻ less than 5 to 6 hours വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് പല ഐറ്റിനറികളും നിങ്ങൾക്ക് മിസ്സാവും. അപ്പം ഞങ്ങളുടെ കൂടെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ടൂർ ആയിക്കോട്ടെ, ഈവൻ
ഇപ്പം ഞങ്ങളുടെ ഇന്ന് തായ്ലൻഡ് ഒരു ഗ്രൂപ്പ് ഉണ്ട്, 48 പേരാണ് പോയേക്കുന്നത്, 55 സീറ്റിൻ്റെ കോച്ചാണ്, ഒന്നും സംഭവിക്കില്ല. ആ കോച്ചിനകത്ത് എന്തെങ്കിലും AC യുടെ കംപ്ലൈൻറ്റ് വന്നാൽ ഞങ്ങൾക്ക് അരമണിക്കൂർ കൊണ്ട് ആ കോച്ച് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അപ്പം അത്രയും നമ്മൾ കണക്റ്റഡ് ആണ്, അത്രയും നമുക്ക് ഇൻഡസ്ട്രിയിൽ കുറേ അധികം കണക്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഏറ്റവും ഇമ്മീഡിയറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മലയാളികൾ ഇനി നമ്മുടെ ഒരു യാത്രാശീലത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. മലയാളികൾക്ക് ഒറ്റയ്ക്ക് യാത്രയ്ക്ക് പോകാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ അവരൊരു ഗ്രൂപ്പായിട്ടാണോ സമീപിക്കാറുള്ളത്? കൂടുതലും നമ്മളുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇപ്പോൾ ഒരു ന്യൂജൻ, അതായത് ജെൻസി കൺസെപ്റ്റിൽ അവർ പലപ്പോഴും ബാക്ക് പാക്കും സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പും ഇതിനൊക്കെ ഭയങ്കര മൂവ്മെൻറ്റ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ ഒരു എബോവ് 50 അല്ലെങ്കിൽ ഒരു റിട്ടയർഡ് ഫാമിലി എപ്പോഴും അവർ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു ഗ്രൂപ്പിൻ്റെ ഒപ്പം പോകാനാണ്. വലിയ ടെൻഷൻ ഇല്ലാണ്ട് കറക്റ്റ് ഒരു ഗൈഡൻസ് കിട്ടി ക്ലിയർ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് മലയാളികൾ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, മലയാളികൾ ട്രാവൽ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ധാരാളം പേര് പുറത്തോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ധാരാളം ആൾക്കാർ പല കൺട്രികളും വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ചില കസ്റ്റമേഴ്സിനൊക്കെ പരിചയപ്പെടുമ്പോൾ 40-50 കൺട്രികൾ വിത്തിൻ ഒരു 3 to 4 ആഫ്റ്റർ കോവിഡിന് ശേഷം പോയിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മലയാളികൾ എന്തായാലും യാത്ര ചെയ്യുന്നുണ്ട്. എപ്പോഴും ഒരു ഏജ്ഡ് ആയിട്ടൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ഒപ്പം പോകുന്നതാണ് എപ്പോഴും നല്ലത്. കാര്യം നമുക്കൊന്ന് ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ തന്നെയാണെങ്കിൽ നമുക്കൊരു ഇവിടുത്തെ ഒരു ലോക്കൽ ടൂർ മാനേജർ ഉണ്ടാവും, അവിടുത്തെ നമ്മുടെ ഒരു ലോക്കൽ ഗൈഡിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പർ കംഫർട്ടായിട്ട് നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. ഗ്രൂപ്പ് ടൂറിന് പിന്നെ വേറൊരു അഡ്വാൻറ്റേജുകളൊന്നും കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. കാര്യം നമ്മളൊരു ബസ്സിനകത്ത് ഒരു കോച്ചിനകത്തായിരിക്കും പോകുന്നത്, അപ്പോൾ ഒരു കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഗ്രൂപ്പ് ടൂറാണ് മലയാളികൾ ഒരു പരിധി വരെ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സോളോ ട്രാവലും ഇൻഡിവിജ്വൽ ട്രാവലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മലയാളിക്ക് യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും മോശം ശീലങ്ങൾ എന്തൊക്കെയാണ്? അത് പ്രത്യേകിച്ചും മലയാളികൾ എന്നുള്ളതിന് പകരം നമ്മൾ ഇന്ത്യൻസ് എന്ന് ഉള്ള രീതിയിൽ പറയേണ്ടി വരും. അപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ യൂറോപ്പ് പോകണേ, അതെ, ഈ സോപ്പ് എടുത്തു ചീപ്പ് എടുത്തു. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന അറിവിൻ്റെ പ്രശ്നമാണ്. ഇപ്പം നമുക്ക് പല ഹോട്ടൽസിലും നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു സോപ്പ്, ചെറിയ സോപ്പ് എടുത്തിട്ടോ ഷാമ്പു അല്ലെങ്കിൽ അവിടെ ടീയുടെ ബാഗ് ഇതൊന്നും എടുത്ത് വെച്ചിട്ട് ഒരു ഹോട്ടലിൽ നിങ്ങൾ പിടിച്ചെടുത്തില്ല. കാര്യം അത് നിങ്ങളുടെ കോസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്, നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി തരുന്നതാണ്. അതേ സ്ഥാനത്ത് അവിടുത്തെ ചിലപ്പോൾ ഹെയർ ഡ്രയർ ഉണ്ടാവും, അതല്ലെങ്കിൽ അവിടുത്തെ ലിനൻ ഉണ്ടാവും, ചെറിയ ടവൽ ഉണ്ടാവും. ചില ഹോട്ടൽസിൽ നമുക്ക് നോർമൽ തുണിയുടെ സ്ലിപ്പർ അല്ലാണ്ട് കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ലിപ്പേഴ്സ് വെച്ചിട്ടുണ്ടാവും. അതെല്ലാം നിങ്ങളെടുത്ത് അല്ലെങ്കിൽ അയൺ ബോക്സ് എടുത്ത് അവിടുത്തെ ജഗ് എടുത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളതിന് പേബിളാണ്. ഈവൻ ഒരു ഗ്ലാസ് എടുത്താൽ പോലും നിങ്ങളതിനകത്ത് അവിടെ നിങ്ങളവർ കാണുന്നത് നിങ്ങളൊരു തീഫായിട്ടാണ് അവർ കാണുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഇപ്പം എൻ്റെ അടുത്ത് കൂടെ ചിലപ്പോൾ ഗ്രൂപ്പിനകത്ത് വരുമ്പോൾ കുറച്ച് ഫ്രണ്ട്സ് ഒരുമിച്ച് വരുന്നു, അതിനകത്ത് ഒരു റൂമിൽ നിന്ന് അവർ ഗ്ലാസ് എടുത്തിട്ട് വൈകുന്നേരം എന്തായാലും ഒരു ചെറിയ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ വേറെ റൂമിലോട്ട് കൊണ്ടുപോകും. തിരിച്ച് അവിടെ ഹൗസ് കീപ്പിങ്ങിന് വരുന്ന ആൾ നോക്കുമ്പോൾ ആ ഒരു റൂമിൽ 5-8 ഗ്ലാസ് ഉണ്ടെങ്കിൽ ആ 2 ഗ്ലാസ് വെച്ചിട്ട് ബാക്കിയുള്ള ഗ്ലാസ് എല്ലാം അവർ റിമൂവ് ചെയ്ത് കളയും. റൂമിൽ ഗ്ലാസ് ഇല്ലാത്ത ആൾക്കാർക്ക് അവർ ചാർജും ചെയ്ത് കൊടുക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു ഗ്ലാസ്സിന് വരുന്ന ചാർജ് ചിലപ്പോൾ 500-600 രൂപ. പലരും തർക്കിച്ചിട്ട് കാര്യമില്ല. കാര്യം ഹോട്ടൽ റൂൾ എന്താണെന്ന് മനസ്സിലാക്കാത്തതിൻ്റെയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നം വരുന്നത്. പക്ഷെ നമ്മൾ ഓരോ ഗ്രൂപ്പ് വരുമ്പോഴും നമ്മൾ ക്ലിയർ കട്ടിൽ പറയാറുണ്ട്, ചില ഹോട്ടൽസ് നോൺ സ്മോക്കിംഗ് ഹോട്ടൽസ് ആയിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ തായ്ലൻഡ് എടുത്താൽ തന്നെ തായ്ലൻഡ് എല്ലാം ലീഗലൈസ് ചെയ്തേക്കാണ്. ഈവൻ മരിജുവാനൊക്കെ ഇത്രയും ഷോപ്പുകളുള്ള ഒരു രാജ്യം വേൾഡിൽ, ആംസ്റ്റർഡാമിൽ പോലും ഇത്രയും കഞ്ചാവിൻ്റെയും ഇതിൻ്റെ ഒന്നും ഷോപ്പുകളില്ല. പക്ഷേ അവിടെ ഒരു ഹോട്ടലിൽ പോലും നിങ്ങൾക്ക് ഹോട്ടലിൻ്റെ ഇൻസൈഡിൽ നിങ്ങൾക്ക് സ്മോക്കിംഗ് അലൗഡ് അല്ല. നോർമലി ഒരു 80% ഹോട്ടലും നോൺ സ്മോക്കിംഗ് ഹോട്ടൽസ് ആണ്. അപ്പോൾ അവിടെ നിന്ന് വെച്ച് നിങ്ങളൊരു അതിൻ്റെ ഉള്ളിൽ വെച്ച് സിഗരറ്റ് യൂസ് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫൈൻ വരും. പിന്നെ നമ്മൾ ഹോട്ടൽസിൽ നിന്ന് നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതികളാണ്. ഇപ്പം ഞാൻ അതിനകത്ത് ശരിക്കും നോർത്ത് ഇന്ത്യൻസിൻ്റെയും മലയാളി കുറേയും കൂടിയൊക്കെ അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ പല ഹോട്ടൽസ് ഇപ്പോൾ നമ്മൾ യൂറോപ്പിൽ ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ്, നമുക്ക് ലോക്കൽ റെസ്റ്റോറൻറ്റ് നമ്മൾ അന്വേഷിച്ചാൽ പലപ്പോഴും നമുക്ക് കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം അവർ പറയുന്നത് നമ്മൾ ഷൗട്ട് ചെയ്ത് സംസാരിക്കും, നമ്മൾ ക്യൂ നിൽക്കില്ല, നമ്മൾ ബൾക്കായിട്ട് സാധനം, അതായത് ബഫയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണമെങ്കിൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ എടുത്ത് വേസ്റ്റ് ആക്കും. പിന്നെ ചില റെസ്റ്റോറൻറ്റിലൊക്കെ റെസ്റ്റോറൻറ്റ് മാനേജർ ഓടി വന്നിട്ട് നമ്മൾ ഗ്രൂപ്പിനെ കൊണ്ട് വരുമ്പോൾ തന്നെ നമ്മുടെ അടുത്തൊന്ന് പറയാറുണ്ട്, സാർ നിങ്ങൾ എല്ലാവരോടും ഇൻഫോം ചെയ്യണം, ഞങ്ങളുടെ വാഷ്റൂമിലും ടോയ്ലറ്റിൻ്റെ വാഷ് ബേസിൻ്റെ അവിടെ വന്നിട്ട് മുടി ചെയ്യരുത് ലേഡീസ് ഉണ്ടെങ്കിൽ. കാര്യം അതൊക്കെ അവർക്ക് ഭയങ്കര ഇറിറ്റേഷനുള്ള കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് ഹാബിറ്റ്സ് ഒക്കെ അത് ശരിക്കും ടൂർ കമ്പനികളാണ് അവരുടെ കൂടെ വരുന്ന ട്രാവലേഴ്സിനെ ഗൈഡ് ചെയ്യേണ്ടതും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതും. പിന്നെ നമ്മൾ ചില വിദേശ രാജ്യങ്ങളിൽ പോയാൽ നമുക്കൊരു ഇതുണ്ട്, നമുക്കൊരു കാര്യം അന്വേഷിക്കണമെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനും ഭാഗ്യശ്രീയും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് മൂന്നാമത്തെ ഒരാൾ പെട്ടെന്ന് അവനൊരു അത്യാവശ്യമാണെങ്കിൽ അയാളും കയറി ഒന്ന് ചോദിക്കും. പക്ഷേ അവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് 2 പേര് സംസാരിക്കുമ്പോൾ ആ സംസാരം ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്തൊരാൾ വന്ന് ചോദ്യം ചോദിക്കുള്ളൂ. നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഇതൊന്നും പാലിക്കാണ്ടാകുമ്പോൾ അത് അവർ ഭയങ്കര ഒരു ഇറിറ്റേഷനിലാണ് അവർ നമ്മളെ കാണുന്നത്. അതുകൊണ്ടാണ് പല കൺട്രികളിലും ചില റെസ്റ്റോറൻറ്റ്, ചില പബ്ബുകൾ ഇന്ത്യൻസ് അലൗഡ് അല്ല. അപ്പോൾ ഇപ്പം നിങ്ങൾ തായ്ലൻഡിലൊക്കെ ഇഷ്ടംപോലെ പബ്ബുകളുണ്ട്, പല പബ്ബിലും ഇന്ത്യൻസിന് അലൗഡ് അല്ല. ഇന്ത്യൻസിന് അലൗഡ് അല്ല എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ പല സിംഗിൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പല ഹോട്ടലിൽ നിന്ന് നമ്മൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവാറുണ്ട്. എനിക്കുണ്ടായിരുന്ന ഒരു അനുഭവം, ഞാനൊരു ഫ്രഞ്ച് പേഴ്സണായിട്ട് ഞാനും
പുള്ളിയും കൂടി ഒരു പബ്ബിലോട്ട് ചെന്ന സമയത്ത് അയാൾ എൻട്രി ചെയ്യിപ്പിച്ചു എന്നെ എൻ്റെ അടുത്ത് പുറത്ത് വെക്കാൻ പറഞ്ഞു. അപ്പം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മുൻപ് പല ബാഡ് ഇതും അവിടെ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും എപ്പോഴും ഒരു റെസ്പോൺസിബിൾ ടൂറിസ്റ്റ് പേഴ്സൺ ആവാൻ നമ്മൾ ശ്രമിക്കുക. പല കൺട്രികളുടെയും റൂൾസ് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം ചില രാജ്യത്ത് നമ്മൾ പെഡസ്ട്രിയൻ സിഗ്നലിന് ആ സിഗ്നൽ ആവുന്നതിന് മുമ്പ് നമ്മൾ ക്രോസ് ചെയ്തിട്ട് നമ്മുടെ മേത്ത് വണ്ടി വന്ന് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ വണ്ടിക്ക് ഉണ്ടായ ഡാമേജ് കൂടി ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് പോരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കാണ്ട് നമ്മൾ അപ്പോൾ കുറച്ചും കൂടിയൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലും കുറേ ആൾക്കാർ ട്രാവൽ തുടങ്ങിയതിന് ശേഷം വേസ്റ്റ് ബിന്നിൽ ഇടുന്ന ശീലങ്ങളും കുറേ കാര്യങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. നമ്മുടെ നാടും ഉറപ്പായിട്ടും മാറും എന്ന് എക്സ്പെക്ട് ചെയ്യാണ്. മലയാളികൾ പൊതുവേ പല കൺട്രികളിൽ പോകുമ്പോഴും കുറച്ചും കൂടി വെൽ ആൻഡ് ഗുഡ് ആയിട്ട് ഒരു റെസ്പോൺസിബിൾ ടൂറിസമായിട്ടാണ് പലരും പെരുമാറാറ്. അപ്പോൾ അധികം നമ്മൾ ഇപ്പോൾ ഒരു ഗൈഡൻസ് കൊടുത്താൽ അവരെല്ലാവരും കീപ്പ് ചെയ്യാറ്. മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഉറപ്പായിട്ടും നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇനീഷ്യൽ ട്രിപ്പിൽ നോക്കുള്ളൂ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഏഷ്യൻ കൺട്രീസ് ആണ് എപ്പോഴും ഒരു ഇന്റർനാഷണൽ ട്രിപ്പിന് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് തൊട്ടടുത്തുള്ള ശ്രീലങ്കയുണ്ട്, തായ്ലൻഡ് ഉണ്ട്, മലേഷ്യ, സിംഗപ്പൂർ ഉണ്ട്, ദുബായ് ഉണ്ട്, വിയറ്റ്നാം ഉണ്ട്, ബാലി ഉണ്ട്, ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന തായ്ലൻഡ് തന്നെയാണ്. തായ്ലൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈവൻ ഒരു കുട്ടിക്ക് തുടങ്ങി ഒരു 80 വയസ്സുള്ള ആൾക്ക് വരെ എൻജോയ് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ഇനി അതിനകത്തൊരു ബാച്ചിലേഴ്സ് ആണ് അല്ലെങ്കിൽ ഒരു നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്നവർക്കാണ് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തായ്ലൻഡാണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ട്രാവലേഴ്സ് ചൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ. പക്ഷേ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം തായ്ലൻഡ് പോയതിന് ശേഷം പല കൺട്രികളിലും ആൾക്കാർ ചൂസ് ചെയ്തു. പക്ഷേ പൊതുവേ നമ്മുടെ തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ ബാച്ചിലേഴ്സിനുള്ള രാജ്യം എന്നുള്ള ഒരു അങ്ങനെ ധാരണയുണ്ടോ? അല്ല, അതങ്ങനെ നമ്മൾ പല റീൽസും പല സിനിമകളും നമ്മൾ പഠിപ്പിച്ചേക്കുന്ന ഒരു ഇതാണ്. ഞാനൊരു 50 പ്രാവശ്യമെങ്കിലും ക്ലബ് ട്രാവലറ്റിൻ്റെ ഗ്രൂപ്പിൻ്റെ 50 പ്രാവശ്യത്തിന് മുകളിൽ എൻ്റെ പാസ്പോർട്ട് തായ്ലൻഡിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് എൻ്റെ കൂടെ വന്നേക്കുന്ന ഗ്രൂപ്പിൽ 70% എപ്പോഴും ഫാമിലീസും റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എൻ്റെ കൂടെ വന്നേക്കുന്നതിൽ ചിലപ്പോൾ ഒരു 99% ആൾക്കാരും ആ ടൂർ എൻജോയ് ചെയ്തിട്ടുണ്ട്. അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് തായ്ലൻഡിൻ്റെ ഇത് മാറിയിട്ടാണ് അവർ വരുന്നത്. കാരണം തായ്ലൻഡ് ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇപ്പം മരിജുവാനോ കഞ്ചാവ് ലീഗലൈസ് ചെയ്ത സ്ഥലങ്ങളുണ്ട്, അത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഇനി അവിടെ തന്നെ സെക്സ് ട്രീറ്റുകളുണ്ട്, അത് മലയാളിക്ക് ഇന്ത്യൻസും പല കൺട്രിയിലുള്ള ആൾക്കാരുടെ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചൂസ് ചെയ്താൽ മതി. പക്ഷേ നോർമൽ ഒരു ട്രിപ്പിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 8 o'clock സ്റ്റാർട്ട് ചെയ്താൽ നൈറ്റ് 8:30 വരെ നമുക്ക് ഫിക്സഡ് പ്ലാൻസ് ഉണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും 10th ബ്യൂട്ടിഫുൾ ബൊട്ടാണിക്കൽ ഗാർഡൻ, നൂനൂച്ച് ഗാർഡൻ എന്ന് പറഞ്ഞാൽ ആ ഗാർഡനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് കവർ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. കോറൽ ഐലൻഡ്, പിന്നെ ടൈഗർ പാർക്ക്. ഇപ്പോൾ നമ്മൾ പുലിമുരുകനൊക്കെ ഇറങ്ങിയപ്പോൾ മോഹൻലാൽ ടൈഗറിൻ്റെ ഒപ്പം നിൽക്കുന്ന കാണുന്നത്. ഇപ്പം തായ്ലൻഡ് പോയാൽ ഏതൊരാൾക്കും പുലിയുടെ ഒപ്പം അവർ നിന്ന് ഒപ്പം കെട്ടിപ്പിടിച്ച് നിന്ന് അതിനെ തലോടിയിട്ട് ഫോട്ടോ എടുക്കാത്ത ഒരാളുണ്ടാവില്ല. അപ്പോൾ ഇതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഇഷ്ടംപോലെ തായ്ലൻഡ് ഉണ്ട്. അപ്പോൾ തായ്ലൻഡ് ഒരിക്കലും ഇപ്പോൾ ബാച്ചിലേഴ്സിന് പറ്റുന്ന അല്ലെങ്കിൽ ബാക്ക് പാക്കേഴ്സിന് പറ്റുന്നത് നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്നവർക്ക് പറ്റുന്ന മാത്രമൊരു സ്ഥലമല്ല. പിന്നെ ഫുഡ്, എനിക്ക് തോന്നുന്നത് തായ് ഫുഡാണ് വേൾഡിൽ തന്നെ അത്യാവശ്യം ടേസ്റ്റിൽ നല്ല ഇതിനകത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡിലൊന്നാണ് തായ് ഫുഡ്. അപ്പോൾ അങ്ങനെ കുറേയധികം കാര്യങ്ങൾ തായ്ലൻഡ് നമുക്ക് ഇതുണ്ട്. പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അതിനകത്ത് നമുക്ക് ഏത് ചൂസ് ചെയ്യണമെന്ന് നമ്മുടെ ട്രാവൽ നീഡ്സിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു വിദേശ യാത്ര പോകാം, മിനിമം നമ്മുടെ കയ്യിൽ എത്ര രൂപയാണ്? അത് ബഡ്ജറ്റ് ഡിഫറൻസ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ തായ്ലൻഡ് ഞാൻ കസ്റ്റമേഴ്സിന് 15,000 രൂപയ്ക്ക് തുടങ്ങി 1.5 ലക്ഷം രൂപയ്ക്ക് വരെ ഞാൻ 3 ദിവസത്തെ 4 ദിവസത്തെ പാക്കേജുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും ഫ്ലൈറ്റിൻ്റെ കോസ്റ്റ് എല്ലാവർക്കും സെയിം ആയിരിക്കും, നിങ്ങൾ കണ്ടെത്തി പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ എങ്ങനത്തെ അക്കോമഡേഷൻ ചൂസ് ചെയ്യണം, എന്തൊക്കെയാണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്, നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകാൻ റെഡിയാണോ? ഒരാഗ്രഹമില്ല യൂറോപ്പ് ട്രിപ്പ് പോകണം, എത്ര രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വരും? മിനിമം 1 ലക്ഷം രൂപ വേണ്ടിയല്ലേ? മിനിമം 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ എന്തായാലും കാര്യം ഒരു 50,000 to 60,000 നമുക്ക് 70,000 വരെ ഇപ്പോൾ എയർ ഫ്ലൈറ്റ് ചാർജ് ഉണ്ട്. പിന്നെ നമുക്ക് വിസയുടെ കോസ്റ്റ് മാത്രം 15,000 രൂപ വിസയുടെ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ 2 lakhs എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ഹോട്ടൽസ് ഡിഫറെൻറ്റ് ബഡ്ജറ്റിലുള്ള ഹോട്ടൽസ് ഉണ്ട്. നമുക്ക് ഏറ്റവും ഹൈ എൻഡ് പ്രീമിയം വേണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതേ സ്ഥാനത്ത് നമ്മൾ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഒരു സോളോ ട്രിപ്പും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ യൂസ് ചെയ്യുക. അവിടുത്തെ മെട്രോ റെയിൽ സിസ്റ്റം വളരെ എഫക്റ്റീവാണ്. പിന്നെ ഫുഡ് പല കൺട്രിയിലും ഇപ്പോൾ നമ്മൾ ഏത് രാജ്യത്ത് പോയാലും പല സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഫുഡ് പർച്ചേസ് ചെയ്യാൻ കിട്ടും. അവരപ്പോൾ തന്നെ ഹീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരും. നിങ്ങളൊരു ബർഗർ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് യൂറോപ്പിൽ പോയി കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് €1 താഴെ കോസ്റ്റ് വരുള്ളൂ. ആ സെയിം ബർഗർ നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് നിങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു €12 കോസ്റ്റ് വരും. പിന്നെ നിങ്ങളൊരു ബിയർ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബിയർ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് ആണ് കഴിക്കണമെങ്കിൽ 50 പൈസ, അതായത് €1 താഴെയുള്ള കോസ്റ്റ് അവിടെ വരുള്ളൂ. അതായത് നമ്മുടെ ഇവിടെ നിന്ന് ഒരു കുപ്പി മിനറൽ വാട്ടറിൻ്റെ പൈസയ്ക്ക് നിങ്ങൾക്ക് ഒരു ബോട്ടിൽ ബിയർ അവിടെ കിട്ടും. ഈ സെയിം ബിയർ നിങ്ങൾ അവിടുത്തെ ഒരു നോർമൽ റെസ്റ്റോറൻറ്റിൽ നിന്നോ പെഡസ്ട്രിയൻസ് യാത്ര ചെയ്യുന്ന ഏതെങ്കിലും നോർമൽ കഫേയിലോ ചെറിയ കഫേയിലോ പോയിരുന്നു കഴിക്കണമെങ്കിൽ മിനിമം നിങ്ങൾക്ക് ഒരു ഗ്ലാസ്സിന് €10 അല്ലെങ്കിൽ €12 വരും. അപ്പോൾ നമുക്ക് സ്പെൻഡിങ് നമ്മൾ എന്തൊക്കെ എൻജോയ് ചെയ്യണം, നമ്മളൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് അവിടെ നീഡ് വേണ്ടത്, എന്നിട്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്താം. പിന്നെ ഉറപ്പായിട്ടും യൂറോപ്പ് പോലുള്ള സ്ഥലങ്ങൾ, ഇന്ത്യയിൽ പുറത്ത് പോകുമ്പോൾ നിങ്ങൾ ഒരു വെൽ എക്സ്പീരിയൻസ് എടുത്ത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ യൂട്യൂബ് നോക്കി മാത്രം ട്രാവൽ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി നിങ്ങൾ പോകാൻ ശ്രമിക്കുക. കാര്യം പല കൺട്രിയിലും ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ നമ്മൾ സ്പെയിൻ പോയി,
അവിടെ നിങ്ങൾക്ക് ഒരു 10% താഴെ ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കിട്ടുള്ളൂ. ജർമ്മനി പോയി 10% താഴെ ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുള്ളൂ. തായ്ലൻഡ് പോയി 10% താഴെ ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുള്ളൂ. അപ്പോൾ നമ്മളെങ്ങനെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അപ്പോൾ അതിനകത്ത് നമുക്കൊരു ട്രാവൽ ഏജൻറ്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എനിവേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഏത് ട്രാവൽ ഏജൻസിനും പ്ലാൻ ചെയ്യാൻ പറ്റും. വിദേശത്തേക്ക് പോകുന്ന ഒരാൾ ട്രാവൽ പ്ലാൻ ചെയ്യുമ്പോൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മിനിമം നിങ്ങൾ ഒരു 5 കാര്യങ്ങളെങ്കിലും ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ തന്നെയാണ്. നിങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ കണക്ടിവിറ്റി എങ്ങനെയാണ്, നിങ്ങൾ ഫ്ലൈറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഫ്ലൈറ്റിൻ്റെ ടൈമിംഗ് പ്രോപ്പർ ശ്രദ്ധിക്കുക, ബാഗേജ് ഇൻക്ലൂഷൻ ഉണ്ടാകുന്ന നോക്കുക. നിങ്ങൾക്ക് ഫ്ലൈറ്റ് ഒരു ലോങ് ഫ്ലൈറ്റ് ആണ്, അതിനകത്ത് മീൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാകുന്ന നോക്കുക. അതിന് മീൽ അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് മീൽ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് എടുക്കുന്നതിൻ്റെ ഒരു 5 ഇരട്ടി കോസ്റ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനീഷ്യലി നമ്മൾ യാത്ര തുടങ്ങുന്നത് ഫ്ലൈറ്റിൽ നിന്നാണ്. ബാക്കി ഫ്ലൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു കേസ് വരുന്നത് അക്കോമഡേഷൻ പാർട്ടാണ്. അക്കോമഡേഷൻ പാർട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ 3 സ്റ്റാർ ഫെസിലിറ്റി കിട്ടും, 4 സ്റ്റാർ ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾ പ്രോപ്പറായിട്ട് അത് ഗോ ത്രൂ ചെയ്ത് നോക്കുക. ഈ ഹോട്ടലിൻ്റെ റിവ്യൂസ് നിങ്ങൾ ഗൂഗിളിലെല്ലാം കയറി കറക്റ്റ് സെർച്ച് ചെയ്യുക. ആ ഹോട്ടലിൻ്റെ റിവ്യൂ പെർസെൻറ്റേജ് നോക്കുക. നിങ്ങൾ മിനിമം അറ്റ്ലീസ്റ്റ് ഒരു 3 മന്ത്സിന് അടുത്തുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 3 മന്ത്സിൻ്റെ റിവ്യൂ നിങ്ങളൊന്ന് വായിച്ചു പോകുക. ചിലപ്പോൾ ചില ഹോട്ടൽസ് നമുക്ക് ഭയങ്കര ചീപ്പായിട്ട് കിട്ടും, അവരുടെ റേറ്റിംഗ് കുറവാണ്. പക്ഷേ അത് ചിലപ്പോൾ പഴയ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ആ റേറ്റിംഗ് കുറഞ്ഞെടുക്കുക. അപ്പോൾ ലാസ്റ്റ് 3 മന്ത്സിലെ റിവ്യൂ എങ്ങനെയുണ്ട് നോക്കുക. പിന്നെ റിവ്യൂ നോക്കുമ്പോൾ ഒരു കാര്യം കമ്പൽസറി ശ്രദ്ധിക്കണം. ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ ഒരു 15-50 റിവ്യൂ ഉള്ള ഒരു ഹോട്ടലിനകത്ത് 4.9 കിട്ടി നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. കാര്യം അത് ചിലപ്പോൾ ആ ഹോട്ടൽ ഓണറോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫോ ജനറേറ്റ് ചെയ്ത റിവ്യൂ ആയിരിക്കും. അതേസമയം ഒരു 1000-ന് മുകളിൽ റിവ്യൂ ഉണ്ട്, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. കാര്യം ഇപ്പോൾ ഗൂഗിളൊക്കെ കുറേയധികം അഡ്വാൻസ്ഡ് ആണ്. വെറുതെ ഒരു റിവ്യൂ ഒന്നും അങ്ങനെ എല്ലാവർക്കും എൻഡ് നമ്പേഴ്സ് ഒന്നും കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഒരേ സെയിം ലൊക്കേഷനിൽ നിന്ന് അധികം റിവ്യൂ ഒരേ സെയിം കമ്പനിയുടെ പേരിൽ വന്നാൽ ഗൂഗിൾ അത് ബാൻ ചെയ്യും. അപ്പോൾ അങ്ങനെ റിവ്യൂ നമ്മൾ ഹോട്ടൽ അക്കോമഡേഷൻ പാർട്ടിൽ നോക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്ലൈറ്റ് നോക്കണം, സെക്കൻഡ് അക്കോമഡേഷൻ, മൂന്നാമത്തെ കാര്യം നമ്മുടെ മീൽ പ്ലാൻ ആണ്. ഓരോ കൺട്രിയും ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ മാൽദീവ്സ് ആണ് പോകുന്നത്, മാൽദീവ്സ് ആണ് പോകണമെങ്കിൽ മീൽ പ്ലാൻ ഒന്നും ഇല്ലാണ്ട് ഏറ്റവും ചീപ്പസ്റ്റ് കോസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മിനറൽ വാട്ടർ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ റിസോർട്ടിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു 500 രൂപയ്ക്ക് മുകളിൽ കോസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾ ഫുള്ളി മാൽദീവ്സ് പോകുമ്പോൾ ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാൻ എടുത്തിട്ട് വേണം പോകാൻ. അതേ സ്ഥാനത്ത് നിങ്ങൾ തായ്ലൻഡ് പോകണം, നിങ്ങൾ ഫുൾ മീൽ പ്ലാൻ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അനുസരിച്ചിട്ട് നമുക്ക് തായ്ലൻഡൊക്കെ പോയി ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 1 കിലോമീറ്റർ കൂടുമ്പോൾ നിങ്ങൾക്ക് 7-Eleven ഉണ്ട്. നിങ്ങൾക്ക് ഫുഡിനകത്ത് പിന്നെ സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫുഡൊക്കെ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് 200 രൂപ അല്ലെങ്കിൽ 250 രൂപയ്ക്ക് നിർത്തണമെങ്കിൽ പോലും നിങ്ങൾക്ക് നിർത്താൻ പറ്റും. അപ്പോൾ മീൽ പ്ലാൻ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ നിങ്ങളൊരു യൂറോപ്പ് ട്രിപ്പ് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഷൻസ് ഉണ്ട്. ഇപ്പോൾ ചില കസ്റ്റമർ പറയും 13 ദിവസത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ യൂറോപ്പ് പ്ലാനിലും ഞങ്ങൾ ഇന്റർനാഷണൽ മീൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഈ 13 ദിവസത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇന്ത്യൻ മീൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ടിപ്പിക്കലി നോർത്ത് ഇന്ത്യൻ മീലാണ്. അതിനകത്ത് നിങ്ങൾക്ക് എല്ലാ ദിവസവും കറികളുടെ ടേസ്റ്റ് ഒന്നായിരിക്കും. എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്ലെയിൻ റൈസും ഒരു റൊട്ടിയും ഒരു വെജിറ്റബിൾ കറിയും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനകത്ത് അവിടുത്തെ ലോക്കൽ ഫുഡും കൂടി ടേസ്റ്റ് ചെയ്യാവുന്ന ഇൻക്ലൂഷൻ ഉണ്ടാകുന്ന നോക്കുക. ആ ഇൻക്ലൂഷൻ ഇല്ലെങ്കിൽ, ഇൻക്ലൂഷനിൽ കുറവാണെങ്കിൽ ഉറപ്പായിട്ടും കോസ്റ്റ് കുറവായിരിക്കും. കാര്യം ഒരു യൂറോപ്പ് കൺട്രിയിൽ അവിടുത്തെ ലോക്കൽ മീൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ 30-35 യൂറോ കോസ്റ്റ് വരും. ആ സ്ഥാനത്ത് ഒരു ഇന്ത്യൻ മീൽ ആണെങ്കിൽ 10 യൂറോ ആണെങ്കിൽ 12 യൂറോ വരെ നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾ ബർഗർ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 യൂറോന് നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അത് നമ്മളെപ്പോഴും മീൽ പ്ലാൻ നമ്മൾ മൂന്നാമത്തെ കേസിൽ നോക്കുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, അതിനകത്ത് ആക്ടിവിറ്റികൾ എന്തൊക്കെ, ആ ആക്ടിവിറ്റിയുടെ എൻട്രി ടിക്കറ്റ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണോ അല്ലേ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ തായ്ലൻഡാണ് പോകണമെങ്കിൽ തായ്ലൻഡിൽ നുങ്നൂച്ച് ഗാർഡൻ ഉണ്ട്. നുങ്നൂച്ച് ഗാർഡനിൽ 3 ടൈപ്പ് ടിക്കറ്റ് ഉള്ളത്. ഒന്ന് നമുക്ക് അവിടെ എൻട്രി ചെയ്യാം. എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഫുഡ് അടക്കമുള്ള ഒരു ടിക്കറ്റ് ഉണ്ട്, ലഞ്ച് അടക്കമുള്ള ടിക്കറ്റ് ഉണ്ട്. ഇനി 2 ഷോ അവിടെ നടക്കുന്നുണ്ട്. അതിനകത്ത് എലിഫന്റ് ഷോ നിങ്ങൾ കമ്പൽസറി കണ്ടിരിക്കേണ്ട ഒരു ഷോയാണ്. അപ്പോൾ എലിഫന്റ് ഷോയുടെ ടിക്കറ്റ് സെപ്പറേറ്റ് ഇതാണ്. ഇനി വേറൊരു ടിക്കറ്റ് ഉള്ളത് 700 ഏക്കറിന്റെ ലാൻഡാണ് അതുള്ളത്. ഈ 700 ഏക്കർ അത്യാവശ്യം ചൂടുള്ള സമയത്ത് നടന്ന് കാണാമെന്ന് പറഞ്ഞാൽ പാടായിരിക്കും. അപ്പോൾ അതിനകത്ത് നമുക്കൊരു ട്രാം ഉണ്ട്, ട്രാമിന്റെ ടിക്കറ്റ് ഉണ്ട്. ട്രാമിന്റെ ടിക്കറ്റ് ആകുമ്പോൾ നമ്മൾ അവിടെ പോയി എടുക്കുമ്പോൾ 300 തായ്പാത്ത് വരും. അപ്പോൾ എൻട്രി ടിക്കറ്റ്സിൽ ഓൾ ഇൻക്ലൂസീവ് ടിക്കറ്റ് ആണെന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത് ഐറ്റിനറി കാണുമ്പോൾ ഓക്കെ നുങ്നൂച്ച് കാണുന്നുണ്ട്, നിങ്ങൾ അവിടെ ചെന്നിട്ട് ബാക്കി ഇത്രയും സാധനത്തിന് ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 2000-3000 വരും. ഈ ടൈഗർ പാർക്ക് നിങ്ങൾ പോകുമ്പോൾ ടൈഗറിന്റെ ചിലപ്പോൾ ടൈഗർ പാർക്ക് എന്ന് എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് ചോദിക്കില്ല. ടൈഗറിന്റെ ഒപ്പം ഫോട്ടോ നിങ്ങൾ എടുക്കണമെങ്കിൽ 650 തായ്പാത്ത് കൊടുക്കണം. 650 തായ്പാത്ത് മിനിമം. അപ്പോൾ ഇന്ത്യൻ മണി ഒരു 2000 രൂപ അടുത്ത് കോസ്റ്റ് ആയി. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ 2000 രൂപയ്ക്ക് കുറച്ച് പാക്കേജ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇൻക്ലൂഷൻസ് എന്തൊക്കെയുണ്ടെന്നുള്ളത് പ്രോപ്പറായിട്ട് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം. അതിനകത്ത് എൻട്രി ടിക്കറ്റ്സുകൾ എന്തൊക്കെയുണ്ടെന്നുള്ളത് ക്രോസ് ചെയ്യണം. പിന്നെ 5ാമത്തെ കേസ് നമ്മുടെ സ്പെൻഡിങ് കപ്പാസിറ്റി എന്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഏത് കറൻസി നമ്മൾ കൊണ്ടുപോകണം. ഇപ്പോൾ പല രാജ്യങ്ങളിലും അവിടുത്തെ ലോക്കൽ കറൻസിയാണ് എപ്പോഴും നമുക്ക് അത്യാവശ്യം നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ കറൻസി നമ്മൾ എത്ര കരുതണം, അതിൻ്റെ ഒരു കൃത്യമായ കണക്ക് നമ്മൾ ഏകദേശം ചോദിച്ച് മനസ്സിലാക്കണം. എന്തൊക്കെ സാധനങ്ങൾ ചിലപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചീപ്പായിട്ടൊരു സാധനം കിട്ടി, പക്ഷേ നമ്മുടെ അടുത്ത് ലോക്കൽ കറൻസി ഇല്ല. നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകണ കാർഡ് വെച്ചിട്ട് നോക്കുമ്പോൾ ആ ബാഗോ ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു ഡ്രസ്സോ ആയിരിക്കും, അത് ഇന്ത്യയിലൊന്നും മേടിക്കണമെങ്കിൽ കൂടുതൽ പൈസ നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആവശ്യത്തിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള കറൻസി കൊണ്ട് കരുതി കഴിഞ്ഞാൽ ഈ ഒരു 5 കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്താൽ നിങ്ങൾ പോയിട്ട് ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ വലിയതായിട്ട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. പിന്നെ ചില ഇതിനകത്ത് ഇത് ചെയ്യുന്നത് ചില മൊബൈലിൻ്റെ സിം കണക്ഷൻസ്, പിന്നെ കറൻസി എക്സ്ചേഞ്ച് എവിടെ നിന്ന് ചെയ്യണം എന്നുള്ളത്, നമുക്ക് ഏറ്റവും ബെസ്റ്റ് റേറ്റ് കിട്ടുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ അതിനകത്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ ട്രിപ്പ് ഒരിക്കലും ഒരു ബോറായിട്ട് വരില്ല. നിങ്ങൾക്ക് കൊടുക്കുന്ന ക്യാഷിന് വെർത്തായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, റീല് കണ്ട് ചാടി ഇറങ്ങിയതാ പക്ഷെ അവിടെ വന്നപ്പോൾ സീൻ സെറ്റ് ആയില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട് ഒരു റീല് കണ്ട് യാത്രയ്ക്ക് ഇറങ്ങരുത് എന്നുള്ളൊരു ഒപ്പീനിയൻ ഉണ്ടോ?
ഉറപ്പായിട്ടും. കാര്യം നമ്മളൊരു റീൽ മാത്രം കണ്ടിട്ട് നമ്മളൊരു റീലിനകത്ത് നിങ്ങൾക്കൊരു ഹോട്ടൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഹോട്ടലിൻ്റെ പിക്ചർ എങ്ങനെയായിരിക്കും ഇടുന്നത്? നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങളൊരു ഡെസ്റ്റിനേഷനെ പറ്റി മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇടുള്ളൂ. അപ്പോൾ നിങ്ങൾ പക്ഷേ ഒരു റീൽ കണ്ടിട്ട് നിങ്ങൾ അതിനെപ്പറ്റി ഇപ്പോൾ റീൽ കണ്ടിട്ട് കൂടുതൽ ആൾക്കാർ യാത്ര ചെയ്ത് ഇഷ്ടംപോലെ ഡെസ്റ്റിനേഷൻ. ഇപ്പോൾ ഫുക്കോക്ക് കുറച്ച് റീലിലൂടെ കയറി വന്ന ഇപ്പോൾ ഈ അടുത്ത് കയറി വന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. നമുക്ക് വിയറ്റ്നാമിലുള്ള ഫുക്കോക്ക് നമുക്ക് ഇന്ത്യൻസിന് വിയറ്റ്നാമിൽ പോകണമെങ്കിൽ നമുക്ക് വിസ ചാർജ് ഉണ്ട്. പക്ഷേ ഫുക്കോക്ക് ഡയറക്റ്റ് പോകണമെങ്കിൽ നമുക്ക് വിസ ചാർജ് ഇല്ല. അപ്പോൾ പക്ഷേ അത് നമ്മൾ ഒന്നും കൂടി ഒന്ന് ക്ലോസ് ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് എന്തൊക്കെയാണ് അവിടെ വരാവുന്നത്, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാളായിട്ട് ഒക്കെ സംസാരിച്ചതിന് ശേഷം നിങ്ങൾ ട്രാവലിന് പുറപ്പെടാം. കാര്യം റീൽ കണ്ടതുകൊണ്ട് മാത്രം നമ്മളൊരു ഡെസ്റ്റിനേഷൻ പോകുന്നതാണ് എൻ്റെ ഒരു സജഷൻ. ഇപ്പോൾ വിസ ഇല്ലാതെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളുണ്ടല്ലോ, അത് ശരിക്കും നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും. കാര്യം ഇപ്പം നമുക്ക് ഇന്ത്യൻസിന് തായ്ലൻഡ് വിസ ഫ്രീ ആണ്. ഇതിനു മുമ്പ് നമുക്ക് പോകണമെങ്കിൽ 2000 തായ്പാത്ത് ഇന്ത്യൻ മണി ഇപ്പോഴത്തെ നിരക്കനുസരിച്ച് 6000 രൂപ നമുക്ക് വിസ ചാർജസ് ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ നമുക്ക് 6000 രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. മലേഷ്യ ഇന്ത്യൻസിന് ഇപ്പോൾ വിസ ഫ്രീ ആണ്. നേരത്തെ നമുക്കൊരു ഇന്ത്യൻ മണി 3000 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ വിസ ഇല്ലാത്ത രാജ്യങ്ങളിൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്കൊരു സേവിങ്സ് ഉണ്ട്. ശ്രീലങ്ക നമുക്ക് വിസ ഫ്രീ ആയിട്ടുള്ള കൺട്രിയാണ്. ഇന്ത്യൻസിന് തന്നെ എനിക്ക് തോന്നുന്ന ഒരു 87 സ്ഥലങ്ങളോളം വിസ ഫ്രീ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ പോകുമ്പോൾ മുൻകൂട്ടി ചില ഫോം നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ചില കൺട്രികൾ ഇപ്പോൾ ശ്രീലങ്കയ്ക്കാണെങ്കിൽ നമ്മൾ 24 hours മുമ്പ് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യേണ്ട കേസുകളുണ്ട്. അത് നമ്മൾ പ്രോപ്പർ പ്ലാൻ ചെയ്തിട്ട് പോകണം. പിന്നെ ഏത് വിസ ഇല്ലാത്ത കൺട്രിയിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും റിട്ടേൺ ടിക്കറ്റും അക്കോമഡേഷൻ ഡീറ്റെയിൽസും കമ്പൽസറിയാണ്. അത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാകുന്ന എൻഷുർ ചെയ്തിട്ട് മാത്രം പോവുക. കാര്യം വിസ ഫ്രീ ആണ് എന്ന് വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റ് മാത്രം എടുത്ത് എപ്പോഴെങ്കിലും തിരിച്ചു വരാമെന്നുള്ള പ്ലാനിലാണ് പോകണമെങ്കിൽ അവിടെ നമുക്ക് പ്രശ്നങ്ങൾ വരും. ചില കൺട്രികൾ നമ്മൾ അലോ ചെയ്യില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് വിസ ഫ്രീ ആണെങ്കിലും പ്രോപ്പർ ട്രാവൽ പ്ലാൻ നമുക്ക് വേണമെന്നതാണ്. ഉറപ്പായിട്ടും വിസയുടെ പൈസ ഇല്ലാത്തത് നമുക്കൊരു സേവിങ്സ് തന്നെയാണ്. വിസ ഇല്ലാതെ അങ്ങനെയാണ് നമുക്ക് പോകാൻ പറ്റുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ രാജ്യങ്ങളുണ്ട്. നമുക്ക് തായ്ലൻഡ് വിസ ഫ്രീ ആണ്. വിയറ്റ്നാമിൽ ഫുക്കോക്ക് വിസ ഫ്രീ ആണ്. ഇപ്പോൾ മലേഷ്യ വിസ ഫ്രീ ആണ്. പിന്നെ ശ്രീലങ്ക വിസ ഫ്രീ ആണ്. പിന്നെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ കുറച്ച് ലോങ് യാത്ര പോകുന്നു. പക്ഷേ അതെല്ലാം ഫ്ലൈറ്റ് കോസ്റ്റ് നമുക്ക് കൂടുതലുണ്ട്. ഒരു 70-80 സ്ഥലങ്ങൾ. നമുക്ക് ഏറ്റവും അടുത്ത് കിടക്കണമെങ്കിൽ ഈ 4 കൺട്രി നമുക്ക് വിസ ഫ്രീ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ 1 ലക്ഷത്തിനുള്ളിൽ പോയി വരാവുന്ന രാജ്യങ്ങൾ ഏതൊക്കെയായിരിക്കും? കുറേ അധികം സ്ഥലങ്ങളുണ്ട്. അത് 1 ലക്ഷത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ തായ്ലൻഡ് ഈസി ആയിട്ട് പോയി വരും. ഇപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പ് പാക്കേജ് ഞങ്ങൾ അത്യാവശ്യം പ്രീമിയം സെഗ്മെന്റിൽ ഗ്രൂപ്പ് പാക്കേജ് ചെയ്യുന്നത്. 4 സ്റ്റാർ എബോവാണ് നമ്മൾ തായ്ലൻഡ് എല്ലാം ട്രിപ്പ് കൊടുക്കുന്നത്. പക്ഷേ ഒരു കംപ്ലയിൻസ് ഉണ്ടാവില്ല. കസ്റ്റമർ 110% ഹാപ്പി ആയിരിക്കും. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ മീൽ പ്ലാനാണ് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്നത്. ഫുഡ് നമ്മൾ ലോക്കൽ ഫുഡും ഇന്ത്യൻ ഫുഡ് ഒക്കെ കൂടി മിക്സ് ചെയ്ത് അത് ഏറ്റവും ഹൈ എൻഡ് റെസ്റ്റോറൻറ്റിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ചിലതൊക്കെ ഫ്യൂഷൻ റെസ്റ്റോറൻറ്റ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ കൺട്രി നിങ്ങൾ അത്രയും ഹൈ എൻഡ് ആയിട്ടുള്ള ഹൈ ലക്ഷറി ആയിട്ടുള്ള ഇപ്പോൾ നിങ്ങൾ ലേമഡിയനിൽ ഹയാത്തിൽ പോയി സ്റ്റേ ചെയ്യുന്ന പോലത്തെ ഹോട്ടൽസ് നമ്മൾ സ്റ്റേ കൊടുക്കുന്നത്. അത്രയും ഹൈ എൻഡ് ആയിട്ട് പോകണമെങ്കിൽ പോലും നമുക്ക് 66,000 രൂപ. ഇപ്പോൾ നിങ്ങൾ GST TCS എല്ലാവരും കൂടി എടുക്കുന്ന കോസ്റ്റ്. അപ്പോൾ ഇതേപോലെ പിന്നെ അതിന് കുറേ കൂടി കോസ്റ്റ് കുറവാണ് മലേഷ്യ, വിയറ്റ്നാം നമുക്ക് പോയിട്ട് വരാം, ബാലി പോയിട്ട് വരാം, ഫുക്കോക്ക് പോയിട്ട് വരാം, ദുബായ് പോയിട്ട് വരാം, ശ്രീലങ്ക പോയിട്ട് വരാം, ഫിലിപ്പീൻസ് പോയിട്ട് വരാം. അങ്ങനെ എൻഡ് നമ്പേഴ്സുള്ള സ്ഥലങ്ങളുണ്ട്. ഈവൻ മാൽദീവ്സ് നിങ്ങൾ പ്രോപ്പർ പ്ലാൻ ചെയ്ത മാൽദീവ്സ് പോയിട്ട് വരാം. അങ്ങനെ ധാരാളം സ്ഥലങ്ങൾ നിങ്ങൾക്ക് 1 ലക്ഷത്തിൽ താഴെ പോയിട്ട് വരാവുന്ന സ്ഥലങ്ങളുണ്ട്. 50,000 രൂപയ്ക്ക് താഴെ പോകുന്ന സ്ഥലങ്ങളുണ്ടോ? 50,000 ഇന്റർനാഷണൽ ട്രിപ്പ് മലേഷ്യ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പോയിട്ട് വരാൻ പറ്റും. തായ്ലൻഡ് നിങ്ങൾ ഒന്നും കൂടി പ്ലാൻ ചെയ്താൽ പോയിട്ട് വരാൻ പറ്റും. വിയറ്റ്നാം പോയിട്ട് വരാൻ പറ്റും. കാര്യം അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഒന്ന് ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ്, ചിലപ്പോൾ എയർപോർട്ടിൽ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമ്മളൊക്കെ പോകാന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് കുറയും. അപ്പോൾ ചിലപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ, ചിലപ്പോൾ മലേഷ്യ നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യണം. നിങ്ങൾ കൊച്ചിയിൽ നിന്ന് നോക്കുമ്പോൾ മലേഷ്യക്ക് കോസ്റ്റ് കൂടുതലാണ്. അതേ സ്ഥാനത്ത് നിങ്ങൾ ചിലപ്പോൾ നമുക്ക് തമിഴ്നാട് തന്നെ ചെന്നൈയിൽ നിന്ന് അല്ലെങ്കിൽ ട്രിച്ചിയിൽ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മലേഷ്യ ഭയങ്കര ചീപ്പായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യാം. ശ്രീലങ്കൻ എയർലൈൻസ് എടുത്ത് പോകുമ്പോൾ കൊച്ചിയിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് കൂടുതലാണ്. അതേസമയം ഇപ്പോൾ പുതിയ ഇതുണ്ട്, നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ ജാഫ്നയിലേക്ക് നമുക്ക് ക്രൂയിസ് ട്രിപ്പ് ഉണ്ട്. ഏതാണ്ട് 2,000 രൂപ 3,000 രൂപ കോസ്റ്റ് വരുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ടൂർ പ്ലാൻ ചെയ്യാവുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ 50,000 രൂപയ്ക്ക് താഴെ വിദേശം പോകാവുന്നതും ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. പക്ഷേ അതിനനുസരിച്ച് ചില കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഹയാത്ത് പോലത്തെ റെസ്റ്റോറൻറ്റ് നമുക്ക് ഹോട്ടൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. റെസ്റ്റോറൻറ്റിൽ ഫുഡ് നമ്മളൊന്നും കൂടി കോംപ്രമൈസ് ചെയ്ത് കഴിക്കേണ്ടി വരും. മുൻപ് അതുപോലെ നമുക്ക് മലയാളികൾക്ക് ഹണിമൂൺ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഊട്ടി, കൊടൈക്കനാൽ അല്ലെങ്കിൽ മൂന്നാർ, ഇതായിരിക്കും നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും വിദേശ യാത്രകളൊക്കെയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കപ്പിളായിട്ട് പോകാവുന്ന ബജറ്റ് ഫ്രണ്ട്ലി രാജ്യങ്ങൾ ഏതൊക്കെയായിരിക്കും? കപ്പിളായിട്ട് ബജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും തായ്ലൻഡ് തന്നെ ഫുക്കറ്റ് ക്രാബി ഒരു ഹണിമൂൺ ഡെസ്റ്റിനേഷനാണ്. മാൽദീവ്സ് ഒരു ഹണിമൂൺ ഡെസ്റ്റിനേഷനാണ്. ഇപ്പോൾ ശ്രീലങ്കയിൽ തന്നെ ചില സ്ഥലങ്ങൾ നമുക്ക് ഒരു ഹണിമൂൺ ഡെസ്റ്റിനേഷനായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. ബീച്ച് സൈഡും നമ്മൾ കുറച്ചും കൂടി വലിയ ട്രിപ്പുകളൊന്നും ഇല്ലാണ്ട് കുറച്ച് റിലാക്സ്ഡ് ചെയ്ത് ചെയ്യാവുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. പിന്നെ പുറത്തോട്ട് കുറച്ചും കൂടി നീങ്ങി പോയാൽ നമ്മൾ യൂറോപ്യൻ കൺട്രിയൊക്കെ പോകണമെങ്കിൽ യൂറോപ്പിൽ പ്രാഗ് നിങ്ങൾക്ക് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവായിട്ട് കമ്പയർ ടു മറ്റെല്ലാ യൂറോപ്യൻ കൺട്രികളെ അപേക്ഷിച്ച് പ്രാഗ് നിങ്ങൾക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ട്രാവൽ ചെയ്യാവുന്ന സ്ഥലം. ചെക്കോസ്ലോവാക്യ, പ്രാഗ്, അതേപോലെ തന്നെ ബുദാപെസ്റ്റ്, ഇത് ഒത്തിരി കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാവുന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെ ഭയങ്കര അമേസിംഗ് ഇതാണ്. പക്ഷേ നിങ്ങൾ അതിനു മുമ്പ് ഇതെല്ലാം ഹണിമൂൺ ഡെസ്റ്റിനേഷനായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഫ്ലൈറ്റ് നിങ്ങളൊന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് പ്രോപ്പർ പ്ലാൻ ചെയ്ത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ബുക്ക് ചെയ്യണമെന്ന് മാത്രം. സുഹൃത്തുക്കളോട് എപ്പോഴും നീ എന്തായാലും അവിടെ പോകണം അങ്ങനെ പ്രിഫർ ചെയ്യുന്ന രാജ്യം ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് ചോദിച്ചാൽ, ഞാൻ പോയേക്കണേൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യത്തിലൊന്ന് പ്രാഗാണ്. പ്രാഗ് വേറൊരു കാര്യം, ട്രഡീഷണലായിട്ടും നൈറ്റ് ലൈഫായിട്ടും എപ്പോഴും ഒരു ലൈവ്നെസ് ഉള്ള കൺട്രി എന്നൊക്കെ നമുക്ക് പറയില്ലേ, അതേപോലത്തെ ഒരു സ്ഥലമാണ് പ്രാഗ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തിൽ ഒന്നാണ് തായ്ലൻഡ്.
തായ്ലൻഡും ഫുഡായിട്ടും നമുക്ക് കാണാനുള്ള കാര്യങ്ങളായിട്ടും നമുക്ക് ആക്ടിവിറ്റികളായിട്ടും കുറേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അതുപോലെ എത്ര കണ്ടാലും അല്ലെങ്കിൽ എത്ര പോയാലും മതി വരാത്തൊരു സ്ഥലം ഏതാ? ആംസ്റ്റർഡാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനകത്ത് നമ്മൾ ആംസ്റ്റർഡാമിൽ ഏപ്രിലിൽ നമ്മൾ പോകണമെങ്കിൽ കുക്കൻ ഓഫ് ഗാർഡൻ ഒക്കെ ഉള്ള സമയം അത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെ പിന്നെ ഇന്ത്യയിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, ബഞ്ച് ഓഫ് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ കാശ്മീരൊക്കെ ഞാൻ ആംസ്റ്റർഡാം പറഞ്ഞു പെട്ടെന്ന് കാശ്മീർ പറഞ്ഞു ഞാൻ ടുലിപ്പ് ഗാർഡൻ ഉള്ള സമയത്ത് നമ്മൾ കാശ്മീർ പോയ ഒരു ഫീൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ടുലിപ്പ് ഗാർഡൻ ആംസ്റ്റർഡാമിൽ പോകുമ്പോൾ നമ്മൾ ഒരു റിവറും ഇതൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ പൂക്കൾ ഭയങ്കര ഭംഗിയായിട്ട് നമ്മൾ ഇത്രയും ഭംഗി പൂക്കൾക്ക് ഉണ്ടാകുന്ന ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന നമുക്ക് തോന്നുന്ന ഒരു സ്ഥലം ആംസ്റ്റർഡാം തന്നെയാണ്. അപ്പോൾ കുക്കൻ ഓഫ് ഗാർഡൻ ഒക്കെ നിങ്ങൾ ലൈഫിൽ എപ്പോഴെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഏപ്രിലിൽ പോയി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം. ഒരു യാത്ര കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ആ യാത്ര പൂർണ്ണമായി സക്സസ് ആണെന്ന് എങ്ങനെയാണ് ട്രിജോ വിലയിരുത്തുക? എങ്ങനെയാണ്? ഉറപ്പായിട്ടും നമ്മൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ കെട്ടിപ്പിടിച്ചിട്ട് മോനെ അടുത്ത ട്രിപ്പിന് വരും എന്ന് പറയുന്ന സമയത്താണ് ആ യാത്ര നമ്മൾ സക്സസ് ആവുന്നത്. അല്ലെങ്കിൽ ചേട്ടാ അടുത്ത ദിവസം അടുത്ത പ്ലാൻ ഉണ്ടെങ്കിൽ എന്നൊന്ന് പറയുന്നോട്ടാ, ഈ മാസം ബഡ്ജറ്റ് ഇല്ല പക്ഷേ അടുത്ത വർഷം ഞങ്ങൾ ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് വരൂട്ടാ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ആ ഫീൽ ഭയങ്കര ഇതാണ്. അതായത് നമ്മൾ വിശ്വസിച്ച് വരുന്ന ഒരാൾക്കാർ ആ ട്രിപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഹാപ്പി ആയിട്ട് പോകണമെങ്കിൽ അത്രയും നമുക്ക് ത്രില്ലുള്ള മൊമെന്റ് വേറെ ഇല്ല. അങ്ങനെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ. അപ്പോൾ എനിക്ക് വീട്ടിലേക്ക് അച്ചാർ ഉണ്ടാക്കിയ കൊറിയർ ചെയ്ത് കൊടുത്തിട്ടുള്ള ഫാമിലീസ് ഉണ്ട്. എനിക്ക് ഇന്നിപ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും എൻ്റെ അടുത്ത് അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊന്ന് സ്റ്റേ ചെയ്യണം, ഒരു നേരം നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കണം, ഇവിടെ വന്ന് ഞങ്ങൾ വിളിക്കാണ്ട് പോകരുതിട്ടാ എന്ന് പറയണ ഇഷ്ടം പോലെ ആൾക്കാർ നമുക്കുണ്ട്. അത് നമുക്ക് ഈ യാത്രയോട് മാത്രം കിട്ടിയേക്കണാണ്. അത് ക്ലബ് ട്രാവലറ്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പിന്നെ മാത്രം കിട്ടിയേക്കണാണ്. എന്നാൽ പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചോദിക്കാം. ഇതിപ്പോൾ പറഞ്ഞല്ലേ മനസ്സ് നിറയുന്ന മുഹൂർത്തങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ മനസ്സ് വേദനിച്ച ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അതും ചില സമയങ്ങളിൽ ഇപ്പോൾ നമ്മൾ ചില അൺഎക്സ്പെക്റ്റഡ് പ്രശ്നങ്ങൾ വരാം. ഇപ്പോൾ എനിക്കൊരു പ്രാവശ്യം യൂറോപ്പ് പോയപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ 7 o'clock ഹോട്ടൽ ചെക്ക് ഇൻ നൈറ്റ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ കവർ ചെയ്ത് വന്നപ്പോഴേക്കും 8:30 ആയി. ഞങ്ങൾ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹോട്ടലുകാരൻ പറയുന്നതാണ് നിങ്ങൾ 1.5 മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് നിങ്ങൾ എക്സ്ട്രാ ഏകദേശം ഇന്ത്യൻ മണി ഒരു $20,000 കോസ്റ്റ് വരും, അത്രയും കോസ്റ്റ് എക്സ്ട്രാ തന്നാലാണ്. അപ്പം നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ല ലേറ്റ് ചെക്കിന് പൈസ കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറയുന്ന സന്ദർഭങ്ങളുണ്ട്. പിന്നെ ചില കേസിൽ നമുക്ക് ഇപ്പം നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് കസ്റ്റമർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഇപ്പോൾ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹോട്ടലിൽ മൊത്തത്തിൽ അവിടുത്തെ ഒരു പവർ ഫെയിലിയർ എന്തെങ്കിലും വന്ന് AC പോയി, ഇപ്പോൾ ചൂടുള്ളൊരു സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്കത് അങ്ങനെയൊക്കെ. പിന്നെ വിസയുടെ പ്രശ്നങ്ങൾ, വിസയൊന്നും ഒരിക്കലും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ വേറെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഡീപ്പോർട്ട് ചെയ്ത് കയറ്റി വിടുന്ന സ്ഥലങ്ങൾ, അതായത് നമ്മുടെ അടുത്ത് വിസയുണ്ട് എല്ലാം ഉണ്ട്, പക്ഷേ ഇമിഗ്രേഷൻ ഓഫീസർ ചിലപ്പോൾ നമ്മൾ 25 പേരുടെ ഗ്രൂപ്പാണ്, നമ്മൾ അതിനകത്ത് 22 പേരെ കയറ്റി 3 പേരുടെ അടുത്ത് അവർക്ക് വിസ ഇത് ചെയ്യില്ലെന്ന് പറഞ്ഞ് കയറ്റി വിടുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോഴും ഇന്നാൾ ലേറ്റസ്റ്റ് ജോർജിയയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ നിസ്സഹായരാണ്. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് കസ്റ്റമറെ സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. എപ്പോഴും പല കൺട്രികളിലും അവിടുത്തെ ലോക്കൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന റൂൾസും റെഗുലേഷൻസാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ നിസ്സഹായരായി പോകും. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് അഭിമുഖീകരിച്ച് ക്ലിയർ ചെയ്ത് പോന്നിട്ടുണ്ട്. ഇന്ത്യൻ മണിയേക്കാളും കോസ്റ്റ് കുറഞ്ഞ രാജ്യങ്ങളുണ്ടല്ലോ, അവിടേക്കുള്ള യാത്ര ശരിക്കും എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യാൻ പറ്റുക? വിയറ്റ്നാമിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ കറൻസി ഒരു രൂപ അവിടുത്തെ 250 രൂപ കിട്ടും. അതായത് നമ്മൾ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നോട്ടാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു ചായ കുടിക്കണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മണി ഒരു 100 രൂപയുടെ മുകളിൽ വരും. അത്രയും നോട്ട് നമ്മളോട് കൊടുക്കേണ്ടി വരും. നിങ്ങൾ ശ്രീലങ്ക പോയി കഴിഞ്ഞാൽ ശ്രീലങ്ക ഇന്ത്യൻ മണിനേക്കാളും വളരെ താഴ്ന്ന റേറ്റിലാണ് ശ്രീലങ്കൻ കറൻസി ഉള്ളത്. പക്ഷേ അവിടെ എല്ലാം കോസ്റ്റ് ഫാക്ടർ എനിക്ക് തോന്നുന്നത് കമ്പയർ ടു നമ്മുടെ ഇന്ത്യൻ റുപ്പീനേക്കാളും വളരെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചില സാധനങ്ങൾക്ക് വരാറുള്ളൂ. കോസ്റ്റിലൊന്നും അങ്ങനെ വലിയൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തില്ല, പ്രത്യേകിച്ചും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ. കറൻസിക്ക് മൂല്യം കുറവുണ്ടായെന്ന് വെച്ചിട്ട് നമുക്ക് ട്രിപ്പിന് വലിയ ഗുണങ്ങൾ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഒരു ടീ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ശ്രീലങ്കയിലാണെങ്കിലും ചിലപ്പോൾ ഒരു 40 രൂപ 50 രൂപ വരും. നോർമൽ ഒരു കടയിൽ നിന്ന് കുടിക്കുന്ന കേസാണ് പറയുന്നത്, നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ റുപ്പി ആക്കുമ്പോൾ. അപ്പോൾ കറൻസി കൊണ്ട് വലിയ ഇതില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ പുറത്ത് പോയി കഴിയുമ്പോൾ മലയാളികൾക്ക് ഒരു ശീലമുണ്ട്. നമ്മൾ നോർമലി ഇപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യും നമ്മുടെ കറൻസി അവിടുത്തെ കറൻസി. ഇപ്പോൾ നമ്മൾ ശ്രീലങ്ക പോയി അല്ലെങ്കിൽ യൂറോപ്പ് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പബ്ബിൽ കയറി നിങ്ങളൊരു ഗ്ലാസ് വൈൻ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ കോസ്റ്റ് നോക്കുമ്പോൾ 5 യൂറോ, 5 × 105 600 രൂപ. 600 രൂപയ്ക്ക് ഒരു പെഗ് വൈൻ ഞാൻ മേടിക്കണം. പക്ഷേ അതിൻ്റെ ആംബിയൻസിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളൊരു ട്രിപ്പിന് പോകുമ്പോൾ എത്ര രൂപ സ്പെൻഡ് ചെയ്യാൻ വെക്കും എന്ന് നമ്മൾ ആലോചിക്കുക. ഇപ്പോൾ ഞാൻ ബുർജ് ഖലീഫയിൽ പോകുമ്പോൾ ഞാൻ കസ്റ്റമറോട് പറയാറുണ്ട് അവിടെ ഒരു ഇറ്റാലിയൻ കോഫി ഉണ്ട്, ഒരു ഷോർട്ട് കോഫി. ഞാൻ ലൈഫിൽ കുടിച്ചാണ് കോഫിയിൽ ഏറ്റവും ടേസ്റ്റുള്ള ഇറ്റാലിയൻ കോഫി അതാണ്. എനിക്ക് തോന്നുന്നൊരു ചെറിയത് ഇത്രയുമുള്ള കുഞ്ഞ് ഗ്ലാസ്സിൽ തരുന്നൊരു കോഫിയാണ്. അത്രയും ടേസ്റ്റുള്ള കോഫി ഞാൻ കുടിച്ചല്ലോ. പക്ഷേ ആ കോഫിയുടെ കോസ്റ്റ് അവിടുത്തെ 18 ദിർഹമാണ്. 18 ദിർഹം എന്ന് പറയുമ്പോൾ ഇന്ത്യ രൂപ എന്ന് പറയുമ്പോൾ 360 രൂപയായി. ആ 360 രൂപ കൊടുത്തിട്ട് ഈ കോഫി കുടിക്കണമെന്ന് പറഞ്ഞാൽ ആ കോഫി നമുക്ക് ബുർജ് ഖലീഫയിൽ കിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ 360 രൂപ കണ്ടില്ലെന്ന് നോക്കേണ്ടി വരും. അപ്പോൾ നമ്മളൊരു പ്രോപ്പർ ഒരു സ്ഥലത്ത് പോകുമ്പോൾ എത്ര സ്പെൻഡ് ചെയ്യും എന്നുള്ളൊരു കാൽക്കുലേഷൻ വയ്ക്കുക. കൺവേർഷൻ നമ്മൾ പതുക്കെ മറക്കുക. അപ്പോൾ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ കൺവേർഷൻ ഓർത്തിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതാണ് എൻ്റെ പേഴ്സണൽ സജഷനാണ്. ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്, ഈ ടൂറിസം മേഖലയിൽ ഏറ്റവും വലിയ അപ്രിയ സത്യം എന്താണ്? അല്ലെങ്കിൽ നമ്മൾ മാറേണ്ടതായതോ അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നതോ ആയ എന്തെങ്കിലും ഒരു പ്രശ്നം? ടൂറിസം മേഖലയിൽ അപ്രിയ സത്യം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ടൂറിസം രംഗത്ത് വേറൊരു രാജ്യത്തും ഇല്ല. നമ്മൾ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് സ്ഥലങ്ങളൊക്കെ യാത്ര തന്നെയല്ലേ.
ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയും ഇത്രയും വ്യത്യാസങ്ങളുള്ള ഫുഡിൻ്റെ ടേസ്റ്റുകളുള്ള സ്ഥലം നമുക്ക് കേരളം മാത്രം കൊടുത്താൽ ഇവിടുത്തെ ടൂറിസം ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പല രാജ്യങ്ങളിലും ഇതില്ല. അപ്പോൾ നിങ്ങൾ തായ്ലൻഡ് പോയി, ദുബായ് പോയി, മലേഷ്യ പോയി, ഇവിടെയൊക്കെ മനുഷ്യരായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങൾ കാണാൻ നമ്മൾ പോകുന്നത്. പക്ഷെ നമുക്കിവിടെ ദൈവമായിട്ട് എന്തുകൊണ്ട് നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്, പക്ഷെ നമ്മളത് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എത്രത്തോളം നമ്മൾ അതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ നാട്ടിലോട്ട് ടൂറിസ്റ്റുകൾ എത്തുമ്പോൾ നമ്മൾ എത്രത്തോളം വെൽക്കം ചെയ്യുന്നുണ്ട്, നമ്മൾ അവരെങ്ങനെയാണ് സ്വീകരിക്കുന്നത്, ഇതൊക്കെ കുറേ ഫാക്ടേഴ്സാണ്. അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ കുറേ പോളിസികൾ ചേഞ്ച് ചെയ്യാനുണ്ട്. നമ്മുടെ നാട്ടുകാർ മറ്റുള്ള ടൂറിസം ഇൻഡസ്ട്രീനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളത് ചേഞ്ച് ചെയ്യാനുണ്ട്. കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ കുറേയും കൂടെയൊക്കെ മാറണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. ടൂറിസം കൊണ്ട് മാത്രം ജീവിക്കുന്ന ധാരാളം കൺട്രികൾ ഈ ലോകത്തുണ്ട്. നമുക്ക് എന്തുകൊണ്ട് അതൊക്കെ ഒരു മോഡലായിട്ട് എടുത്തുകൂടാം? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേരളത്തിൽ യാത്ര ചെയ്യുന്ന സ്ഥലം മൂന്നാണ്. നല്ലൊരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ലോക്കൽ ആൾക്കാർ അവരോട് എങ്ങനെ ഡീൽ ചെയ്യണം, ഒരു ചൂഷണം അല്ലാണ്ട് എല്ലാവർക്കും ജീവിക്കണം, എല്ലാവർക്കും പൈസ വേണം. അപ്പോൾ നോർമലി ഒരു ചൂഷണമല്ലാത്ത രീതിയിൽ ടൂറിസത്തിനെ കണ്ടാൽ ടൂറിസം എപ്പോഴും നമുക്ക് വരുമാനം തരുന്ന കാര്യമാണ്. ഇപ്പോൾ അതൊരു ട്രാവൽ ഏജൻസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗവൺമെൻറ് ആയിക്കോട്ടെ, ചൂഷണം എന്നുള്ളതൊന്ന് മാറിയെന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ബിസിനസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു വരുമാനം അതിനകത്ത് വേണം. ആ ഒരു നോർമൽ വരുമാനം വെച്ചിട്ട് നമ്മൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ ടൂറിസം ഭയങ്കരമായിട്ട് മാറും. നമ്മൾ കുറേയൊക്കെ മാറാനുണ്ട്, നമ്മുടെ ടൂറിസം ഹാബിറ്റുകൾ മാറാനുണ്ട്. ക്ലബ് ട്രാവലറ്റ് എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു പുതിയ അനുഭവമാണ്. കാരണം പ്രീമിയം മെമ്പേഴ്സിൽ നിന്ന് സാധാരണക്കാർക്കും അവൈലബിൾ ആവുക എന്നുള്ളൊരു സാധനം. ഇനി എന്തൊക്കെയാണ് അതുപോലെയുള്ള ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു 2019 തുടങ്ങി ഈ ഇൻഡസ്ട്രിയിലോട്ട് വന്നിട്ട്, അപ്പോൾ പല ബിസിനസ്സുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്, കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ വന്നിട്ട് ഇതെനിക്കൊരു പാഷനായിട്ടുള്ള ജോബാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളൂ. ഞാനിതൊരു കോഴ്സ് പഠിച്ചിട്ടൊന്നുമല്ല ഈ രംഗത്തോട്ട് വന്നത്. എനിക്കിതിനു മുമ്പ് വേറെ ഒരു വലിയ കമ്പനികളിൽ പോയി വർക്ക് ചെയ്തിരുന്ന എക്സ്പീരിയൻസും ഇല്ല. പക്ഷേ ഞാനത് പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് 110% ഉറപ്പുള്ള കാര്യങ്ങളാണ് ഞാൻ അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാറ്. അതിനകത്ത് നമ്മൾ വരുന്ന സമയങ്ങളിൽ വന്നിരുന്ന ഞങ്ങൾ നേരിട്ട കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അത് സ്റ്റാഫിൻ്റെ സൈഡിൽ നിന്നുള്ളതാവാം, വേറൊരു വെണ്ടറുടെ സൈഡിൽ നിന്നുള്ളതാവാം, കസ്റ്റമർ ഡീൽ ചെയ്യുന്നതാവാം. ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് ഞങ്ങളൊരു B2B സോഫ്റ്റ്വെയർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഞങ്ങൾക്കൊരു 25 പേരുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവർ 2.5 വർഷമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അത് ട്രാവൽ ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ഇനി ഒരു സ്റ്റാഫിൻ്റെ കറക്റ്റായിട്ട് ആ സ്റ്റാഫിന് തന്നെ കറക്റ്റ് മനസ്സിലാവും ഞാൻ പ്രൊഡക്റ്റീവ് ആണോ അല്ലേ എന്നുള്ളത് അന്ന് ഈവനിങ് ആകുമ്പോൾ അവർക്ക് മനസ്സിലാവും. ആ രീതിയിലുള്ള സോഫ്റ്റ്വെയർസ് കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു സെഗ്മെൻറ്റിൽ ഞങ്ങൾ എന്തായാലും നോക്കുന്നത് ഈ സോഫ്റ്റ്വെയർ ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലും അതേപോലെ തന്നെ മറ്റുള്ള ഇൻഡസ്ട്രികളിലും എങ്ങനെ പ്രോപ്പറായിട്ട് കൊണ്ടുവരാം. ക്ലബ് ട്രാവലറ്റ് ഒരു B2B രംഗത്തേക്ക് മറ്റ് ഡയറക്റ്റ് കസ്റ്റമേഴ്സ് എന്നുള്ളത് മാത്രം ഒഴിച്ചു നിർത്തിയിട്ട് മറ്റുള്ള ട്രാവൽ ഏജൻസിക്കും മറ്റുള്ള ആൾക്കാർക്കും കൂടി മറ്റുള്ള കോർപ്പറേറ്റ് കമ്പനികൾക്കൊക്കെ ഉപകാരം ആവുന്ന രീതിയിൽ പുതിയൊരു സോഫ്റ്റ്വെയറാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ഞങ്ങൾ ഹോട്ടൽസ് ഞങ്ങളെടുത്ത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു പല ഹോട്ടൽസിൻ്റെയും ബാക്ക് എൻഡ് സിസ്റ്റം, അതായത് OTA ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഹാൻഡിൽ ചെയ്യുന്നത് ഞങ്ങൾ ഇപ്പോൾ ഇന്ന് കേരളത്തിൽ 12ഓളം ഹോട്ടൽസിൻ്റെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കേരളത്തിൽ ഞങ്ങളുടെ മെമ്പേഴ്സ് ത്രൂവും ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ത്രൂവും ഞങ്ങൾക്ക് ഒരു കസ്റ്റമർ ബാക്കപ്പ് പ്രോപ്പറായിട്ട് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഫ്യൂച്ചറിലേക്ക് ഓരോ സ്ഥലങ്ങളിലും നമ്മളുടേതായിട്ടുള്ള ഓൺ റിസോർട്ടുകൾ എന്നുള്ളൊരു പ്ലാനിലേക്കാണ് ഞങ്ങൾ മൂവ് ചെയ്യുന്നത്. അതും ഞങ്ങളൊരു പുതിയ കൺസെപ്റ്റായിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്ത് ഇൻവെസ്റ്റൈൻമെൻറ്റ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് എൻ്റർടൈൻമെൻറ്റ്, ആ ഒരു കൺസെപ്റ്റിൻ്റെ ലെവലിലാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. അതിനകത്ത് വളരെ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഒരു സാധാരണക്കാരന് കയ്യിലൊരു 10 lakhs ഉണ്ട് അല്ലെങ്കിൽ ഒരു 2 lakhs ഉണ്ട്, അവർക്ക് ഒരു റിസോർട്ടിൻ്റെ ഓണർ ആവാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓൾറെഡി ഒരു പ്രൊജക്ട് കമ്പനി ഒരു 70%ഓളം കമ്പനിയുടെ കംപ്ലീറ്റഡ് ആയി. കാന്തല്ലൂരാണ് ഞങ്ങൾ ആ പ്രൊജക്ട് അനൗൺസ് ചെയ്ത്. എലിഫന്റ് കോറിഡോർ എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ്. ഓൾമോസ്റ്റ് 70%ഓളം കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി. പാർട്ട്നേഴ്സും നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ പാർട്ട്നേഴ്സും ഓൾമോസ്റ്റ് ഫിൽ ആയിക്കൊണ്ടിരിക്കുന്നു. അടുത്തൊരു പ്രൊജക്ട് ഞങ്ങൾ കാന്തല്ലൂർ തന്നെ, ഇപ്പോൾ ഒരു ഓഫ് റോഡിൻ്റെ കാലമാണ്, അതായത് കുറച്ചും കൂടി ആൾക്കാർ ലോൺലിനെസ്സും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഒരു ഓഫ് റോഡ് പ്രൊജക്ട് കേരളത്തിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് മിനിമം 10 ലക്ഷം മുടക്കുന്ന ഒരാൾക്കും ആ റിസോർട്ടിൻ്റെ ആ പ്രൊജക്റ്റിൻ്റെ പാർട്ട്ണർ ആവാവുന്ന രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. നോർമലി ഒരു റിസോർട്ട് ഓണറും ഹോട്ടൽ ഓണറും അവിടത്തേക്ക് കസ്റ്റമർ എത്തിക്കാനാണ് അവരുടെ ഏറ്റവും വലിയ പെയിൻ ഫാക്ടർ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കസ്റ്റമർ ഉണ്ട്, ഞങ്ങൾക്ക് ഒരു റിസോർട്ട് ഉണ്ടാക്കാനാണ്. അപ്പോൾ അത് ഒരു ക്രൗഡ്, കുറച്ച് ആൾക്കാരുടെ, കുറച്ച് കൂട്ടമായ ആൾക്കാരുടെ സപ്പോർട്ട് കൂടി ആകുമ്പോൾ അവരുടെ സൈഡിൽ നിന്നുള്ള ഒരു സെയിൽസ് സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ വളരെ ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇയർലി ഒരു റിട്ടേൺ കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, അതിൻ്റെ ഒപ്പം തന്നെ ഓൾ ഓവർ ദ വേൾഡ് എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാവുന്ന സപ്പോർട്ട് കിട്ടുന്ന ഒരു ഓപ്ഷനും കൂടിയാണ് ഞങ്ങൾ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന കൺസെപ്റ്റിൽ കൂടി കൊണ്ടുവരുന്നത്. ആഗ്രഹങ്ങളൊക്കെ സാധ്യമാവട്ടെ, സക്സസ്ഫുൾ ആവട്ടെ. ഇത്ര നേരം നമുക്കൊപ്പം ചെലവഴിച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്.